സബ്ജക്റ്റിനെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് നെറ്റ്വർക്ക് മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന പോർഷൻ. അതിൽ നല്ലൊരു തിയറി പോർഷനാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്ത് എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലായിട്ട് ടോപ്പിക് ഒന്നും ബുദ്ധിമുട്ടുള്ളതായിട്ട് വരില്ല കേട്ടോ. ഇതിൽ കവറേജ് ചെയ്യുന്ന നെറ്റ്വർക്ക്സ് ആൻഡ് സെക്യൂരിറ്റി, യൂസർ സെക്യൂരിറ്റി മാനേജ്മെന്റ്, ഡിസ്ക് സെക്യൂരിറ്റി മാനേജ്മെന്റ്, security configuration and analysis, account policies, permissions and restrictions, configuring network settings എന്നുള്ള അഡ്വാൻസ് ട്രബിൾ ഷൂട്ടിങ്, ഇത്രയും പോർഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് നിന്ന് ആദ്യത്തെ സെക്ഷനകത്ത് നിന്ന് എല്ലാത്തിനും ചെറിയ ചെറിയ മാർക്കിന് ചോദിച്ചതുണ്ട്. കുറച്ച് പോർഷൻസ് സ്കിപ്പ് ചെയ്ത് പഠിക്കാവുന്ന. ഏതായാലും നല്ലൊരു ഫുൾ സ്റ്റാർട്ട് ടു എൻഡ് ഒരു ഫുൾ തിയറി പോർഷൻ പോലെ വരുന്ന ഒരു കേസാണ് ഇത് കേട്ടോ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, എന്ത് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് വി നീഡ് ടു പ്രൊവൈഡ് ദ ഇൻട്രൊഡക്ഷൻ. എന്താണ് അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിൻ്റെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ, ലെങ്തി ആൻസേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. നെറ്റ്വർക്ക് മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ്, മെത്തേഡ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടൂൾസ് ദാറ്റ് pertain to the operation, administration, maintenance and provisioning of network systems. നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഫുൾ അതിൻ്റെ പ്രൊസീജിയേഴ്സും മെത്തേഡ്സും ടൂൾസും എല്ലാമാണ് അതിൻ്റെ അകത്തൊരു ഭാഗമായിട്ട് വരുന്നത്. ഇനി ഈ നോർമലി ഇതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന നെറ്റ്വർക്ക് മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വേർഡിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിംഗിൾ ടേം ആയിട്ട് പറയുന്നത് ദറ്റ് ഈസ് FCAPS എന്നുള്ള രീതിയിൽ ഫോൾട്ട്, കോൺഫിഗറേഷൻ, അക്കൗണ്ടിങ്, പെർഫോമൻസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ എടുക്കും. ഈ ഒരു ജസ്റ്റ് ജനറൽ ടേം ഓർത്ത് വയ്ക്കാം. ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ടെക്സ്റ്റ് വായിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് മനസ്സിൽ വയ്ക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, നെറ്റ്വർക്ക് മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് സിസ്റ്റം ചോദിച്ചാൽ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ യൂസ് ടു മോണിറ്റർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓർ നെറ്റ്വർക്ക്സ്. ഒരു സിംഗിൾ കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്ക്സിനെ മാനേജ് ചെയ്യുന്നതാണ്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് രണ്ടിനെ ഒരേപോലെ തന്നെ സിങ്ക്രണൈസ് ചെയ്ത് മാനേജ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഇനി ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ പാസേജ് ആണ് സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ ഡേറ്റ യൂസേജ് വരുന്നുണ്ട്. ഈ രണ്ട് കേസ് വരുമ്പോഴും നമുക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കേസ് എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സെക്യൂരിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് വെച്ചാൽ സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ, അത് ക്രെഡിബിലിറ്റി നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. സോ അതിൻ്റെ ഡെഫിനിഷൻ ആയിട്ടുള്ള രീതി എന്താണ് സെക്യൂരിറ്റി മാനേജ്മെന്റ് ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഇൻക്ലൂഡ്സ് എ സെറ്റ് ഓഫ് ഫംഗ്ഷൻ ദാറ്റ് ആർ ടു ബി performed to protect telecommunications network and systems from unauthorized access by persons, acts or influences. അപ്പോൾ അൺഓതറൈസ്ഡ് ആക്സസുകൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജനറൽ ആയിട്ട്. അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള നേച്ചറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് നെറ്റ്വർക്ക്സ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നെറ്റ്വർക്കിനെ ജനറൽ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ജനറലായിട്ട് നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയാം. നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രണ്ട് രീതിയിൽ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ കൊടുക്കാം. ഒന്ന് കൻ ബി വയേർഡോ വയർലെസ് ടെക്നോളജീസ് ആണ്. വയേർഡ് ആണെന്നുണ്ടെങ്കിൽ കോയാക്സിയൽ കേബിൾ, ഡിസ്റ്റർബൈ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള വയേർഡ് കണക്ഷൻസ് യൂസ് ചെയ്യാം. വയർലെസ് കണക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ്സ്, മൈക്രോവേവ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ടെക്നോളജിയാണ് വയർലെസ്സിനകത്ത് വരുന്നത്. ഇനി ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിലെ പോർഷൻസ് ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദറ്റ് ഈസ് ഇതിൽ ഫസ്റ്റ് ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് വന്ന ഒരു ക്വസ്റ്റ്യൻസ്, why do we need to provide security in the network system? Discuss any 4 network security service parameters ആണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫ്രാഗ്മെന്റഡ് ആയിട്ട് പീസ് ആയിട്ട് ഓരോ സെക്ഷൻ മാത്രമായിട്ടും ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫുൾ ലെങ്ത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇത് തന്നെയാണ്, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. ഓതന്റിക്കേഷൻ എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി എന്താണ്, നോൺ റെപ്യൂട്ടേഷൻ എന്താണ്, അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റഗ്രിറ്റിയെ കുറിച്ച്, ഡിഫൈൻ ഇന്റഗ്രിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന്. അപ്പം ഇത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നു. ഇത് ഫുൾ ആയിട്ട് നമുക്ക് സ്പെസിഫൈ എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ പഠിച്ചെഴുതത്തക്ക രീതിയിൽ ചോദിച്ചിട്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു ഡെഫിനിഷനോടുകൂടി
ഒരു 2 മിനിറ്റ് ഗ്യാപ്പ് തരാമെന്ന്, ഒരു നിമിഷം. ക്വസ്റ്റ്യൻ ഇതിനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ദെൻ സെക്യൂരിറ്റി ഈസ് ദ ഡിഗ്രി ഓഫ് റെസിസ്റ്റൻസ് ടു ഓർ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം. ഇറ്റ് അപ്ലൈസ് ടു എനി vulnerable and asset such as information technology, infrastructure, computer network. Generally, security is a degree of resistance to or protection from harm. Then security is essential to protect the network resources and in turn ensure secure data transmission. അപ്പോൾ ഇതൊരു ജനറൽ ഐഡിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എടുക്കാം, ജസ്റ്റ് എഴുതാം, തിയററ്റിക്കൽ എഴുതി. നമ്മൾ നോർമലി സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ട റിയൽ ടൈം സർവീസസ് അല്ലെങ്കിൽ റിയൽ ടൈം വർക്കിനകത്ത് കൂടുതൽ ബാങ്കിങ്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ഈ കൊമേഴ്സ് ആപ്ലിക്കേഷൻസിനെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെടണം, സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻസ് വേണ്ടി വരും. ഇനി ഇതിനകത്ത് സെക്യൂരിറ്റി സർവീസസ് ആയിട്ട് എന്തൊക്കെയാണ് സെക്യൂരിറ്റി സർവീസ് പാരാമീറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനകത്ത് കൊടുക്കാൻ ഡേറ്റയ്ക്കകത്ത് മൊത്തത്തിൽ നമ്മൾ ഏതൊക്കെ രീതി. ഫസ്റ്റ് വൺ ഈസ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന ടൈപ്പും, ദെൻ സെക്കൻഡ് വൺ ഈസ് ഓതറൈസേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ, നെക്സ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, നോൺ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഇത്രയും ടൈപ്സ് പാരാമീറ്റേഴ്സ് ആണ് ജനറൽ ആയിട്ട് സെക്യൂരിറ്റി സർവീസ് പാരാമീറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ഓരോന്നും ഒന്നെങ്കിൽ കുറെ ഗ്രൂപ്പായിട്ട് ക്വസ്റ്റ്യനിൽ വരാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഫ്രാഗ്മെന്റഡ് ആയിട്ട് വെച്ച് ഒന്നോ രണ്ടോ ടേംസുകൾ മാത്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസസ് എല്ലാം ഉണ്ട്. അതിൽ ഓതന്റിക്കേഷൻ, ഓതറൈസേഷൻ ഒക്കെ പല പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് ഓതന്റിക്കേഷൻ, ഓതറൈസേഷൻ എന്നുള്ളത് ഡെഫിനിഷൻ. ഇത് ചെറിയ മാർക്കിനുള്ള ഇതായതുകൊണ്ട് തന്നെ ഈ ഒരു ടേംസും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് എങ്ങനെ ഓതന്റിക്കേഷൻ, ഓതറൈസേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്ന മെത്തേഡുകൾ എന്നുള്ളത് വേണമെങ്കിൽ മാത്രം ഒന്ന് അഡീഷണൽ പ്രൊവൈഡ് ചെയ്താൽ മതി. ഓതന്റിക്കേഷൻ, ആദ്യത്തെ കേസ് ഓതന്റിക്കേഷൻ. ഓതന്റിക്കേഷൻ ഇസ് ദ ആക്ട് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഓർ കൺഫേമിംഗ് സംതിങ് ഓർ സംവൺ ആസ് ഓതന്റിക്. ഇതിന് ഫുൾ റൈറ്റ് ഉള്ള ഒരാളാണ് നമ്മളുടെ ഡേറ്റ ആപ്ലിക്കേഷനിലെ അത് യൂസ് ചെയ്യുന്ന വ്യക്തി, യൂസ് ചെയ്യുന്ന ആൾക്ക് ഫുൾ റൈറ്റ് ഉള്ളതാണ്, ഓണർ ആണ് എന്നുള്ള ഓണർ ലെവൽ ഐഡന്റിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഓണർ ലെവൽ റൈറ്റിനെയാണ് നമ്മൾ ഓതന്റിക്കേഷൻ റേഞ്ചിൽ നമ്മൾ പറയാം. It confirms the identity of a person or a system and permits one system to determine the origin of another system. That is, it confirms the identity of a person or a system. It is essential in online community where two systems are usually not directly connected. ഇവിടെ നോർമലി നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കേസാണ് നമ്മുടെ ബയോമെട്രിക് ഓതന്റിക്കേഷൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ OTP ഓതന്റിക്, നമ്മൾ പല റീജിയനിൽ നമ്മൾ എടുക്കുന്ന കൺഫേം ആയിട്ട് ഒറിജിനൽ റൈറ്റ് ഉള്ള ആൾ തന്നെയാണ് അത് യൂസ് ചെയ്യുന്ന മൊബൈൽ വെരിഫിക്കേഷൻ നമ്മൾ കൊടുക്കാറൊക്കെ ഉണ്ടല്ലോ. ദെൻ അതിനെയാണ് ഓതന്റിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. ദെൻ ഓതറൈസേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ. ദിസ് ഇസ് യൂസർ ലെവൽ ആക്സസ് ആണ്, യൂസർ ലെവൽ കൺട്രോളിനെയാണ് നമ്മളിത് ഓതറൈസേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ എന്നുള്ള രീതിയിൽ. is the level of access control that is permitted to use systems and services. ഏത് റേഞ്ച് വരെയുള്ള സർവീസസ് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ കൊടുക്കണം. അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഏത് ലെവൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിൻ പവറുകളെല്ലാം ഒരിക്കലും യൂസറിന് കൊടുക്കണം. യൂസർ തന്നെ പല ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഓരോ യൂസർ ലെവലുകളും സെറ്റ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ഓതറൈസേഷൻ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നതാണ് അടുത്ത പാരാമീറ്റർ ആയിട്ട് യൂസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി. Availability ensures the system or an application or a service is always available to authorized parties when needed.
ഏത് ലെവലിൽ നമ്മൾ യൂസർ ലെവൽ റൈറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞ റൈറ്റ് കറക്റ്റ് ആയിട്ട് അവൈലബിൾ ആകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ് അവൈലബിലിറ്റി എന്ന്. നെക്സ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. It provides the secrecy of information, allows only authorized users have to access information. അതിനെ കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത് അറിയാം, നമ്മുടെ സ്വകാര്യത എന്നുള്ള രീതിയിലാണ്. നമുക്ക് എല്ലാ വാല്യൂസും എല്ലാവർക്കും കയറി എടുക്കുന്നില്ല. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നെ പോകുന്ന കേസാണ്. നെക്സ്റ്റ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്താ എൻഷുർ ചെയ്യുന്നത്? ഇന്റഗ്രിറ്റി എൻഷുർസ് ദാറ്റ് ഓൺലി ഓതറൈസ്ഡ് പാർട്ടീസ് ആർ ഏബിൾ ടു മോഡിഫൈ കമ്പ്യൂട്ടർ സിസ്റ്റം അസറ്റ്സ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ഇൻഫർമേഷൻ, പ്രൊവൈഡ്സ് ദ കറക്റ്റ്നെസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും ഇന്റഗ്രിറ്റി. നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂന്റെ ഒറിജിനാലിറ്റി ആണെങ്കിൽ അതിന്റെ ട്രൂത്ത്ഫുൾ വാല്യൂസിനുള്ള അതിന്റെ ഒരു നേരെ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക. അത് കൺഫേം ആക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഓതറൈസേഷൻ എടുക്കുന്നത്. ദെൻ നോൺ റെപ്യൂട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന എൻഷുർ ചെയ്യുന്നത് എന്താണ്? ഒരിക്കലും ഇത് എൻഷുർസ് ദാറ്റ് neither the sender nor receiver of a message be able deny the transmission. It is a kind of system that includes authentication, integrity, and non-reputation should be able to detect tampered information and prevent valid information from being falsified. നമ്മൾ പറയുന്ന ഞാനിട്ട ഒപ്പല്ല, അല്ലെങ്കിൽ നമ്മളൊരു നോർമലി ഒരു സിഗ്നേച്ചർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള സംഗതിയാണ്. ഞാൻ അറിയാതെ അല്ലെങ്കിൽ ഞാൻ ചെയ്തതല്ല എന്ന് ഒരിക്കലും പറയാം. സെൻഡ് ചെയ്യപ്പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സിഗ്നേച്ചർ വെരിഫിക്കേഷൻ. ആ സിഗ്നേച്ചർ നമ്മുടെ സിഗ്നേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ്. ഞാൻ അറിയാതെ കൊടുത്ത അല്ലെങ്കിൽ സെൻഡർ റിസീവർക്ക് ഡിനേ ചെയ്യാൻ പറ്റില്ല, സർവീസ് ഡിനേ ചെയ്യാൻ പറ്റില്ല, ഇത് കൊടുത്തതല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റാമ്പിങ് അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഒരു പാരാമീറ്ററിനകത്ത് വരുന്നത്. അപ്പം മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇത് പഠിച്ചു വെക്കുക. ഇതിനകത്ത് ചെറിയ ചെറിയ മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് പഠിച്ചെഴുതാവുന്നതേ ഉള്ളൂ. സെക്യൂരിറ്റി എന്താണ് ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെക്യൂരിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് ഓതന്റിക്കേഷൻ, ഓതറൈസേഷൻ, അവൈലബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, നോൺ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. സോ അതുകൊണ്ട് തന്നെ ഡീവിയേഷൻ ഇൻ എനി ഓഫ് ദ എബോവ് സെക്യൂരിറ്റി സർവീസ് ബ്രീച്ച് ഇൻ സെക്യൂരിറ്റി. സെക്യൂരിറ്റി നമ്മൾ വയലേറ്റ് ചെയ്യും, നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും എന്ന്. നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ കേസിനൊപ്പം തന്നെ നമുക്ക് അടുത്ത് പറയുന്നതാണ് യൂസർ സെക്യൂരിറ്റി മാനേജ്മെന്റ്. യൂസർ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണോ അത് യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല. അപ്പോൾ ഓതന്റിക്കേഷൻ ആണ് നമ്മളവിടെ. യൂസർ മാനേജ്മെന്റ് ഈസ് ആൻ ഓതന്റിക്കേഷൻ ഫീച്ചർ ദാറ്റ് പ്രൊവൈഡ്സ് അഡ്മിനിസ്ട്രേറ്റർ വിത്ത് ദ എബിലിറ്റി ടു ക്രിയേറ്റ് യൂസേഴ്സ് ഓൺ എ സിസ്റ്റം ഓർ എ സർവീസ്, identify and control the state of users logged into the system and even network. So user management ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന, it includes the ability to query and filter users who are currently logged into the system or network, manually log out users and control user login counts and login ടൈംസ്. നമ്മൾ ആർക്കൊക്കെ ഏതൊക്കെ റൈറ്റിൽ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ യൂസർ അക്കൗണ്ട് എന്ന് വെച്ചാൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് കിട്ടുക. അതിനകത്ത് മാനേജ് ചെയ്യാൻ ലോഗിൻ ടൈമും ലോഗ് ഔട്ട് അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ള ഈ ഒരു യൂസർ സെക്യൂരിറ്റി മാനേജ്മെന്റിനകത്ത് വന്നിരിക്കുക. അപ്പം ക്വസ്റ്റ്യൻ ഇവിടെ വന്നിരിക്കുക 2023 വന്ന ക്വസ്റ്റ്യൻസ്, വൈ ഡു യു നീഡ് എ യൂസർ മാനേജ്മെന്റ്? യൂസർ മാനേജ്മെന്റിന് ആവശ്യം എന്താണെന്നുള്ള ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും യൂസർ മാനേജ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്? ഓതന്റിക്കേഷനും ഓതറൈസേഷനും കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ റിസോഴ്സിനകത്തുണ്ടാകുന്ന മാൽ പ്രാക്ടീസുകൾ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കണം. അപ്പം യൂസർ വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. അപ്പൊ ലോഗിൻ ചെയ്ത് ലോഗ് ഔട്ട് ചെയ്യുന്നിടം വരെയുള്ള വാല്യൂസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു എന്തിനാണ് ഇതിന്റെ ആവശ്യകത എന്നുള്ളത് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ജനറൽ ഐഡിയ ആയിട്ട് നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പലതരത്തിൽ ലോഗിൻ മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് യൂസറിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ മാനേജ് ചെയ്യുന്നു. അത് ഇതിനകത്ത് പ്രോപ്പറായിട്ട് typically authentication, authorization, deployment, administrator have various options available with regard to how users are authenticated. ജനറൽ ഐഡിയയിൽ പറഞ്ഞാൽ വെരിഫൈ യൂസർ ഓതന്റിക്കേറ്റഡ് ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസർ മാത്രം അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ എന്താണ്ടായിരിക്കും റിസോഴ്സ് മാൽ പ്രാക്ടീഷൻസിന് ക്രെഡൻഷ്യൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട്
യൂസർ മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും. ഇനി ഹൗ ഡസ് യൂസർ മാനേജ്മെന്റ് വർക്ക്, അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ ഇതിനകത്തെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് യൂസർ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ യൂസർ സെഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ID ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതി വരാം. എത്ര ടൈം യൂസ് ചെയ്യുന്നുണ്ട്, ലോഗിൻ ചെയ്ത ആൾ കറക്റ്റായിട്ട് ലോഗ് ഔട്ട് ചെയ്യുക എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ഇതിനെ സംബന്ധിച്ച് എഴുതാനായിട്ട് കൂടി ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതിനകത്ത് യൂസർ മാനേജ്മെന്റ് കൺസോൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു പോയിന്റ് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. റിയൽ ടൈം ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ യൂസർ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് സാധ്യമാണ്. അവിടെ യൂസർ മാനേജ്മെന്റ് വർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂസർ മാനേജ്മെന്റ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ. യൂസർ മാനേജ്മെന്റ് ചെയ്യാനുള്ള കാര്യം സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻ ആദ്യത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ യൂസർ മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യുക. യൂസർ ലെവൽ ഓതന്റിക്കേഷൻ ഓർഗനൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിന്റെ ആദ്യത്തെ ഫേസ് ആണ് യൂസർ മാനേജ്മെന്റ്. ആ യൂസർ മാനേജ്മെന്റ് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന രീതി എന്തായിരിക്കും? യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും യൂസർ ID. The user management is based on the concept of users login and logging out of a system or a network. Login എന്ന് പറയുന്നത് login is the combination of unique IP address with a unique username in a unique domain. A user is considered logged in when first authenticated to the system or a network. Identifying users as logged in or active allows administrator to create a flexible user. User management policies. ഹൗ ഡസ് യൂസർ മാനേജ്മെന്റ് വർക്ക് എന്ന് ചോദിച്ചാൽ ഈ തൊട്ട് താഴെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. എന്തൊക്കെയാണോ സം ഓഫ് ദ പോളിസീസ് ഇംപ്ലിമെന്റഡ്. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കോമൺ സെൻസിലേക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്രിയേറ്റ് ജെന്യൂൻ യൂസർ നെയിം ഓൺ എ സിസ്റ്റം ഓർ നെറ്റ്വർക്ക് ഓർ സർവീസ്, ഫ്രീക്വന്റ്ലി മോണിറ്റർ അൺഓതറൈസ്ഡ് യൂസേഴ്സ് ഇഫ് എനി, created log in or connected, introduce timestamp on login and log out of users and monitor in case of odd timing if any activities perform. ഇത് നോർമലി ബാങ്കിങ് പ്രൊസീജിയറിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഒരു യൂസർ എന്നുള്ള നിലയിൽ നോർമലി അയാൾ എപ്പോഴൊക്കെയാണ് കയറാറുള്ളത്, എപ്പോഴാണ് ലോഗിൻ ചെയ്ത് എപ്പോഴൊക്കെയാണ് ലോഗ് ഔട്ട് ആവുന്നത്, ഒരു ഫ്രീക്വന്റ് പാറ്റേൺ. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഈ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്ന സമയത്തും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ഇപ്പം വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് നോർമലി എത്ര റേഞ്ചിലുള്ള വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത് എടുക്കുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂസ് ചെയ്യുന്നത്, അതിന്റെ ടൈം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുവരുത്തും. സെക്യൂരിറ്റി ഉറപ്പുവരുത്താനുള്ള ഒരു ആണ് യൂസർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ യൂസറിന്റെ റൈറ്റുകൾ പ്രോപ്പറായിട്ട് ഓതന്റിക്കേറ്റഡിലാണ് പോകുന്നതെന്നുള്ളതും അതിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാനുള്ളത്. കീപ് ട്രാക്കിംഗ് ഓൺ യൂസേഴ്സ്. അപ്പൊ ഇതിനകത്ത് കുറെ വാല്യൂസ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും ജസ്റ്റ് മാർക്കിനനുസരിച്ച് എഴുതി കൊടുക്കുക. ഇതൊരു 6 മാർക്സിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. കീപ് ട്രാക്കിംഗ് ഓൺ യൂസേഴ്സ് ഹു ലോഗിൻ in long time, clearly add expiry date of a user at the time of user creation itself, enforce policy to deactivate automatically after expiry, introduce multi-level authentication such as authentication with a username and password, username, password and IP address, username, password, MAC address, combinations. എങ്ങനെയാണ് ഓതറൈസേഷൻ നമ്മൾ ഓതന്റിക്കേഷൻ നമ്മൾ ചെയ്യുന്നതിന്റെ ഡിഫറെന്റ് ലെവൽ നമ്മൾ കീ ജനറേറ്റ് ചെയ്യില്ലേ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഇന്റഗ്രിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീ കോമ്പിനേഷൻസ് എങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ ലിമിറ്റ് ദ നമ്പർ ഓഫ് IP അഡ്രസ് അസോസിയേറ്റഡ് വിത്ത് സിംഗിൾ യൂസർ നെയിം, limit the number of logins associated with single IP address, force a re-authentication to again access to a particular network resources, limit the login session time allowed in a particular time frame. ഇതെല്ലാം ജനറൽ പോളിസീസ്, എങ്ങനെയാണ് നമ്മൾ യൂസർ മാനേജ്മെന്റ് നടത്തുന്നതെന്നുള്ളതിന്റെ. അപ്പം ഈ ഒരു ജനറൽ തിയറി പോർഷൻസ് ഇതിനകത്ത് ഒരു 6 മാർക്കിന് എടുക്കാൻ പറ്റുന്ന പോയിന്റ്സുകൾ. ഹൗ ഡസ് യൂസർ മാനേജ്മെന്റ് വർക്ക് ഡിസ്കസ് എന്നുള്ളതിന്റെ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതിനകത്തെ പോളിസികൾ ഏതൊക്കെയാണെന്ന് ജനറൽ ആയിട്ടുള്ളത് എഴുതാം.
പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്ക് സെക്യൂരിറ്റി മാനേജ്മെന്റിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിസ്ക് സെക്യൂരിറ്റി മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നത് വാട്ട് ടാസ്ക് ആർ പെർഫോംഡ് ഇൻ ഡിസ്ക് മാനേജ്മെന്റ്, ലിസ്റ്റ് ദ സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ഇൻ സെക്യൂർ ഡിസ്ക് മാനേജ്മെന്റ്. ഡിസ്ക് മാനേജ്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ ഡിസ്ക് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്. ഡിസ്ക് മാനേജ്മെന്റ് നോർമലി നമുക്ക് പറയുന്നതാണ് സ്പേസ് എങ്ങനെയാണ് ഹാർഡ് ഡിസ്കിനകത്ത് അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസസിന്റെ സ്പേസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രൈവിലെ സ്പേസ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസ്ക് മാനേജ്മെന്റിനകത്ത് ജനറൽ ആയിട്ട് വരാം. അപ്പം അത് ഡിസ്ക് മാനേജ്മെന്റ് ഈസ് ആൻ ആക്ടിവിറ്റി ടു മാനേജ് ദ ഡ്രൈവ്സ് ഇൻസ്റ്റാൾ ഇൻ എ കമ്പ്യൂട്ടർ ലൈക്ക് ഹാർഡ് ഡിസ്ക് ഓർ ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് ഓർ ഫ്ലാഷ് ഡ്രൈവ്സ്. ഡിസ്ക് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ആർ അതിനകത്ത് വരാം. പാർട്ടീഷൻ ഡ്രൈവ്സ്, ഡ്രൈവ് പാർട്ടീഷൻ എന്ന് പറയുന്ന ഫോർമാറ്റ് ഡ്രൈവ്, അസൈൻ ഡ്രൈവ്സ്, ലെറ്റേഴ്സ് ആൻഡ് അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാ കാര്യങ്ങളെല്ലാം തന്നെയാണ് ജനറൽ ആയിട്ട് ഡിസ്ക് മാനേജ്മെന്റ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. പാർട്ടീഷൻ ചെയ്യുക എന്നുള്ളത്, ഫോർമാറ്റ് ചെയ്യുക എന്നുള്ള, പാർട്ടീഷനും ഫോർമാറ്റും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡ്രൈവ് നമ്മൾ നമ്മുടെ കറസ്പോണ്ട് ഫയൽ സ്ട്രക്ചറുകളിലെ അത് സ്റ്റോർ ചെയ്ത് കൊടുക്കുക, ബൂട്ട് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക, റൂട്ട് എങ്ങനെയാണ്, റൂട്ട് ഡയറക്ടറി എങ്ങനെ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഡ്രൈവ് ലെറ്റേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം ഇതിനായിട്ട് ഡിസ്ക് മാനേജ്മെന്റിനകത്തായിട്ട് വരുന്നത്. ഇനി ഈ ഒരു ഡിസ്ക് മാനേജ്മെന്റ് നമുക്ക് ലോക്കൽ ഡിസ്കിൽ ചെയ്യാം അല്ലെങ്കിൽ റിമോട്ട് ഡിസ്ക് സിസ്റ്റത്തിനകത്ത് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ഇതൊരു ഫെസിലിറ്റീസ് അവൈലബിൾ. അതിനകത്ത് ജനറൽ ആയിട്ട് ഡിസ്ക് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബുള്ളറ്റിൻ കൊടുത്തത് ക്രിയേറ്റ് പാർട്ടീഷൻ, ലോജിക്കൽ പാർട്ടീഷൻ എന്ന് പറയുന്ന പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഈ പറയുന്ന ഡിസ്ക് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യങ്ങൾ ലോജിക്കലാണ്. ഡിസ്ക് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്, ട്രാക്ക് ആൻഡ് സെക്ടേഴ്സ് ഒക്കെ തിരിച്ച് സിലിണ്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടും. അപ്പം നമുക്ക് ഹാർഡ് ഡിസ്ക് നോക്കി അതിന്റെ പുറകെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് അതിന്റെ ക്രിയേറ്റർ ആണ്, എത്ര ട്രാക്സ് അതിനകത്തുണ്ട്, എത്ര സിലിണ്ടേഴ്സ് അതിനകത്തുണ്ട്, അങ്ങനെ സിലിണ്ടർ നമ്പറിനെ ട്രാക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ജനറൽ ആയിട്ട് കിട്ടും. ഈ ട്രാക്കേഴ്സ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഹാർഡ് ഡിസ്ക് സർക്കുലർ ഷേപ്പ് ഡിസ്ക് ആണല്ലോ നമ്മുടെ ഹാർഡ് ഡിസ്കിനെ ട്രാക്ക് സർക്കുലർ പാത്തിൽ ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ട്രാക്ക് എന്നുള്ള രീതിയിൽ എടുക്കുക. ആ ട്രാക്കിനെ നമ്മൾ എഗെയിൻ സബ്സെക്ഷൻസ് ആയിട്ട് തിരിക്കുമ്പോഴാണ് സെക്ടർ എന്നുള്ളത്. ബയോസിനെ സംബന്ധിച്ച് 512 ബൈറ്റ് സ്റ്റോറേജിലാണ് നമ്മൾ ആ സെക്ഷൻ. പിന്നെ അതിന്റെ ഔട്ടർ ടു ഇന്നർ രീതിയിൽ മാക്സിമം യൂട്ടിലൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സോൺ ഡിവിഷൻ അല്ലെങ്കിൽ സോൺ ആയിട്ട് തിരിച്ചിട്ടൊക്കെയാണ് അത് ചെയ്യാം. ഇനി ഇങ്ങനെ തിരിച്ചിരിക്കുന്ന സാധനത്തിൽ ആദ്യത്തെ റേഞ്ചിൽ എത്ര തൊട്ട് എത്ര രീതിയിലാണ് നമ്മുടെ റൂട്ട് ഡയറക്ടറി എവിടെ ഇരിക്കണം, മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്സ് എവിടെ ഇരിക്കണം, ഫയൽ സിസ്റ്റം ഒറിജിനൽ അതിന്റെ കോപ്പി അത് ഏത് സെക്ഷനിലായിരിക്കണം വരേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ല, അതുപോലെ അത് ചെയ്തതിനകത്ത് ബാഡ് സെക്ടേഴ്സ് ക്രിയേറ്റഡ് ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാ സാധനങ്ങളും ഈ ഒരു പാർട്ടീഷൻ കേസ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഫോർമാറ്റ് എന്ന് പറയുന്ന ഡിസ്ക് ഫോർമാറ്റ് കമാൻഡ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പാർട്ടീഷൻ ചെയ്യുന്നതിന് രണ്ട് തരത്തില് ഡിഫറെന്റ് ഓപ്പറേറ്റീവ് സിസ്റ്റംസ് യൂസ് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ പൊതുവേ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും ലോജിക്കലാണ് എന്ന് ഉദ്ദേശിക്കാന്ന് വെച്ചാൽ ഫിസിക്കലി നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മുറിക്കാനും ഇപ്പൊ ഈ ട്രാക്കും സെക്ടേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അസംഷൻ ആണ്. ഇത്ര ഒരു ട്രാക്കാണ്, ഇത്ര സെക്ടർ ആണെന്നുള്ള രീതിയിൽ എടുക്കുന്നു. പിന്നെ സെയിം ട്രാക്ക് ഇൻ ഡിഫറെന്റ് പ്ലേറ്റേഴ്സ്, ഡിഫറെന്റ് നമ്പർ ഓഫ് പ്ലേറ്റേഴ്സ്, മിനിമം 2 അല്ലെങ്കിൽ 3 രണ്ടെണ്ണൊക്കെ ആയിരിക്കും നമുക്ക്. ഇപ്പൊ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ തന്നെ കൺസിഡർ. അപ്പം ഡിഫറെന്റ് സെയിം ട്രാക്ക് ഇൻ ഡിഫറെന്റ് പ്ലേറ്റേഴ്സ് ഫോം ചെയ്യുന്ന ഒരു സിലിണ്ടർ സ്ട്രക്ചർ ഉണ്ട്. അപ്പം റീറൈറ്റ് ഹെഡിന്റെ മൂവ്മെന്റിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സിലിണ്ടർ സ്ട്രക്ചർ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ചെയ്യും ടൈം എളുപ്പത്തിൽ ചെയ്യാനായിട്ട്. നമുക്ക് ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് റീറൈറ്റ് ഹെഡ് മൂവ് ചെയ്യിക്കണമെങ്കിൽ കൂടുതൽ ടൈം എടുക്കുക. അതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, റീറൈറ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യാം. കാരണം ഓരോ സർഫസ് റീഡ് ചെയ്യാനും കറസ്പോണ്ടിങ് ആയിട്ട് ഹെഡുകളാണല്ലോ ഉള്ളത്. അപ്പോൾ ഒരു ഹെഡിൽ നിന്ന് മുകളിലത്തെ നിന്ന് തൊട്ട് താഴത്തേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് എളുപ്പം. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിലിണ്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ലോജിക്കൽ ആണെന്ന് പറയുന്ന ടേമിൽ നിന്ന് പോയതാണ്. ലോജിക്കൽ ഡിവിഷൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഫോർമാറ്റ് പാർട്ടീഷൻസ് ആൻഡ് വോളിയംസ്, മാർക്ക് പാർട്ടീഷൻസ് ആൻഡ് ആസ് ആക്റ്റീവ്, assign or modify drive letters, obtain quick visual overview of the properties of disk, then create mounted drives, convert basic disk to dynamic disk, convert dynamic to basic disk. On dynamic disk, create a number of special volumes including spanner, script, mirror,
management, write all the steps to be followed for secure disk management എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും ഇതിനെ ഡിസ്ക് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഡിസ്ക് മാനേജ്മെന്റിന് മൈക്രോസോഫ്റ്റ് വിൻഡോസ് യൂട്ടിലിറ്റീസ് സാധാരണ അതിന് നമുക്കറിയാം സാധനങ്ങളെല്ലാം കുറെ കമാൻഡ്സ് യൂസ് ചെയ്ത് വിൻഡോസ് എക്സ്പിയോട് കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഡിസ്ക് എന്ന് പറയുന്ന കമാൻഡിനെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. ഡിസ്ക് മാനേജറിന്റെ വർക്ക് ചെയ്യുന്ന ഒരു പിക്ചറിനെ ബേസ് ചെയ്തതിനകത്ത് വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ലേ ഔട്ട്, ടൈപ്പ് ഓഫ് ഫയൽ സിസ്റ്റംസ്, സ്റ്റാറ്റസ്, കപ്പാസിറ്റി, ഫ്രീ സ്പേസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽസ് ഇതിനകത്ത് കിട്ടും. എങ്ങനെയാണ് ഡിസ്ക് മാനേജറിന്റെ ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ക്ലിക്ക് സ്റ്റാർട്ടിൽ പോവുക, സെറ്റിംഗ്സിൽ കൺട്രോൾ പാനലിൽ പോയി ഡബിൾ ക്ലിക്ക് ക്ലിക്ക് പെർഫോമൻസ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ഈ ടൂൾസ് സോ വൺസ് അഡ്മിനിസ്ട്രേറ്റർ ടൂളിനകത്ത് വിൻഡോ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കമ്പ്യൂട്ടർ മാനേജ്മെന്റ് ഇത് നമ്മുടെ ഓൺ സിസ്റ്റത്തിൽ പോയി നമുക്ക് മാനേജ് ചെയ്യില്ലേ. സിമിലർലി ഡിസ്ക് മാനേജ്മെന്റ് യൂട്ടിലിറ്റീസ് അവൈലബിൾ ലിനക്സ് എഫ് ഡിസ്ക് കമാൻഡ് ലിനക്സിനകത്ത് വീണ്ടും യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലിറ്റീസ് യൂസ് ഡിസ്ക് മാനേജ്മെന്റ് യൂട്ടിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഡിസ്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്ക് മാനേജ്മെന്റ് ഇൻ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അത്. ഇതും ഒരു ഇതായിട്ടാണ്. റൈറ്റ് ദ സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഫോർ സെക്യൂർ ഡിസ്ക് മാനേജ്മെന്റ്. ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും. ക്രിയേറ്റ് അഡക്വേറ്റ് നമ്പർ ഓഫ് ഡിസ്ക് പാർട്ടീഷൻസ്, അഡക്വേറ്റ് സ്റ്റോറേജ് സ്പേസ് ഇൻ ഈച്ച് ഡിസ്ക് പാർട്ടീഷൻ ആസ് പെർ റിക്വയർമെന്റ്സ്. നമുക്ക് സൈസ് എത്ര ഒരു ഡ്രൈവുകളുടെ ഓരോന്നിനും നമ്മുടെ സ്റ്റോറേജ് നമ്മൾ കൂടുതലായിട്ട് ഫസ്റ്റ് പ്രോഗ്രാം ഫയൽസുകളെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സീലിക്കായിരുന്നു. അപ്പോൾ ഡ്രൈവ് സൈസ് കൂടുതലായിട്ട് എടുക്കുന്ന ഏതിനാണ്, ഏതിന് കുറച്ച് കൊടുക്കാം, പിന്നെ വീണ്ടും അതിനെ സബ്ജക്റ്റിനെ പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് സ്പെസിഫൈ ചെയ്യാം. Ensure minimum free space at that all the times. The set password for each disk partition of a disk drive. ഇത് ഹൈ സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷന് വേണ്ടി പറയുന്ന കാര്യങ്ങളാട്ടോ. സ്കാൻ ഈച്ച് ഡിസ്ക് പാർട്ടീഷൻ ഓർ എ ഡിസ്ക് ഡ്രൈവ് ടു അറ്റ് റെഗുലർ ഇന്റർവൽ ഫോർ വൈറസസ് ഓർ worm. Enforce standard antivirus software to check and clean viruses in a file before storing into a particular disk partition. Update antivirus software periodically. Disk manager, right? All the steps to be followed for secure disk management എന്ന് പറയുന്നത് ഇതിനകത്തെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന അത്രയും എഴുതി പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഡിസ്ക് പാർട്ടീഷൻസ് ഓർ ഡിസ്ക് ഡ്രൈവ് should not be in sharing mode. Introduce right concept, redundant array independent disk. കളക്ഷൻ ഓഫ് ഡ്രൈവ്സിന്റെ ഒരു ഓപ്പറേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഡിസേബിൾ ഡിസ്ക് റിമോട്ട് ആക്സസ്, അപ്ലൈ ഡേറ്റ എൻക്രിപ്ഷൻ ആൻഡ് ഡിസ്ക് സ്റ്റോറേജ് ലെവൽ apart from during data transmission. Implement discords to enforcing upper limits and warning alerts in case of reaches to upper limit. Storage maximum ആവുന്നതിനെ സംബന്ധിച്ച് disk defragmentation to be done periodically. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കല്ലേ ചില സമയം നമ്മൾ സ്റ്റോർ ചെയ്യും പിന്നെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ആ ഇൻ ബിറ്റ്വീൻ സ്പേസസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സ്പേസസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് വേണ്ട സാധനം ആ കുഞ്ഞു കുഞ്ഞു പീസിനകത്തായിട്ട് കുറേ ചെറിയ ചെറിയ പീസ് ഫ്രീ സ്പേസുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ ചെറിയ ഫ്രീ സ്പേസിനകത്തേക്ക് നമ്മുടെ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഫ്രീ സ്പേസുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യും, വലിയൊരു ഏരിയ ആയിട്ട് ഫ്രീ ഏരിയ ആയിട്ട് നമുക്ക് ക്രിയേറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ, നമുക്ക് വേണ്ട വാല്യൂ നമുക്ക് അതിനകത്തോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന റീഷെഡ്യൂളിംഗ് നമുക്ക് സ്പെസിഫൈ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇതിന് ഒരു ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാത്തിനും കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ ബാലൻസ് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഏരിയസ് എല്ലാം കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫ്രീ ഏരിയ ആയിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമല്ലോ. അങ്ങനെയുള്ള ഓപ്ഷൻസ്, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാം. ചില സാധനം എന്താ വെച്ചാൽ ചില പ്രോഗ്രാംസുകൾ ഈ കണ്ടിന്യൂസ് മെമ്മറിയിൽ ഇരുന്നാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങനെ ഫ്രാഗ്മെന്റ് ഏരിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഡ്രൈവർ പ്രോഗ്രാംസുകൾ അങ്ങനെ പല പ്രോഗ്രാംസിന്റെ പല നേച്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ കൂട്ടുകൂടി ഇരുന്നാലേ ചിലർ പഠിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ ഒന്നിച്ചിരുന്നാലേ ചില പ്രോഗ്രാംസുകൾ വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഒന്നിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോർഷൻസിനകത്തായിട്ട് ഇതിന് ഡിവൈഡ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ബിഗ് ആയിട്ടുള്ള ഫ്രീ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ലോ ഡിസ്ക് ഇൻഡെക്സിങ് സർവീസസ്. ആ ഡിസ്ക് ഇൻഡെക്സിന് ഉദ്ദേശിക്കുന്ന ഈസി ആയിട്ടുള്ള സ്റ്റോറേജ് ആക്സസിന് വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കട്ടെ. ഫയൽ സിസ്റ്റത്തിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോർമലി ഡിസ്ക് സെക്യൂരിറ്റിയുടെ സ്റ്റെപ്സ് ആയിട്ട് ഓർക്കേണ്ടത്. പിന്നെ സെക്യൂരിറ്റി കോൺഫിഗറേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഈ ഒരു ടോപ്പിക്കിൽ
ഇത് ജനറൽ ഏരിയ ടോപ്പിക്കാണ്. എന്തൊക്കെ കാര്യങ്ങൾ ജനറൽ ആയിട്ട് നമ്മൾ നോക്കണം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലേക്ക് കയറുന്നതിന് അഡീഷണൽ എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ലാത്തൊരു കേസാണ്. കോൺഫിഗറേഷൻ നെറ്റ്വർക്ക് സിസ്റ്റംസ് ആൻഡ് കമ്പോണൻസ് വിത്ത് adequate security control in any organization to run or access through network is a critical task. Security configuration analysis can be done either manually or with a checklist or with the help of a tool that can be used to analyze and configure computer security. ഇനി എന്താണ് ഇതിനകത്ത് നോർമലി വേണ്ട ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ സെക്യൂരിറ്റി കോൺഫിഗറേഷൻ അനാലിസിസ്? നമ്മൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വാല്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ മുൻനിർത്തേണ്ട ചില കാര്യങ്ങളാണ്. ഒന്ന്, restricted physical access to computers, especially domain controllers to trusted personnel. നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസ് എന്ത് ചെയ്യണം? പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മൾ കൊടുക്കുന്നതിന് അതോറിറ്റീസ് റെസ്ട്രിക്റ്റഡ് യൂസ് ആക്സസ് കൊടുക്കാനായിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു കേസ് അതാണ്. ഫോർ അടുത്ത നെക്സ്റ്റ്, ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് പ്രിവിലേജ്. ലീസ്റ്റ് പ്രിവിലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാ റൈറ്റും എല്ലാവർക്കും കൊടുക്കില്ല. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റോൾ, നമ്മൾ ഏത് റോളിനെ ബേസ് ചെയ്താണ് ആരാണോ എന്ന് വെച്ചാൽ യൂസറിന്റെ നേച്ചർ റോൾ അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യണം പ്രിവിലേജ് ആക്സസ് പ്രിവിലേജുകൾ പ്രൊവൈഡ് ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ നോർമലി നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? ഫുൾ പ്രിവിലേജോട് കൊടുക്കാറുള്ളൂ. അഡ്മിനിസ്ട്രേറ്ററാണ് അല്ലെങ്കിൽ ടാസ്കുകൾക്ക് നമ്മൾ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യണം, അതുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ ഗ്രൂപ്പ്സ് ആൻഡ് ദെയർ മെമ്പർഷിപ്പ്. ഗ്രൂപ്പ് യൂസർ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ യൂസർ ഐ ഡി എടുക്കുക, അതിനോടൊപ്പം തന്നെ ഗ്രൂപ്പും അതിന്റെ മെമ്പർഷിപ്പും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കേസ്. Secure data on computer. Ensure that the system files and the registry are protected using strong access control list. ACL യൂസ് ചെയ്തുകൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ട് അടുത്തൊരു കേസ് എന്ന് നമ്മൾ എന്താണ്? യൂസ് സ്ട്രോങ് പാസ്വേഡ് ത്രൂ ഔട്ട് യുവർ ഓർഗനൈസേഷൻ. നമ്മൾ സ്ട്രോങ് പാസ്വേഡ്സ് നമ്മൾ അതിന് ജനറൽ ആയിട്ട് പറയില്ല, ഇത്ര ലെറ്റേഴ്സ് മിനിമം യൂസ് ചെയ്യണം, അതിനകത്ത് നമ്പേഴ്സ് മാത്രം പോരാ, സ്പെഷ്യൽ സിമ്പിൾസ് വേണം, മിനിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇത്ര ഉണ്ടായിരിക്കണം, അപ്പർ കേസ് ലെറ്റേഴ്സോ ലോവർ കേസ് ലെറ്റേഴ്സ് അങ്ങനെ നമ്മൾ പറഞ്ഞു. അപ്പം സെക്യൂരിറ്റി എങ്ങനെയാണോ ഡേറ്റ ആക്സസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡേറ്റയുടെ സെക്യൂരിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്വേഡിന്റെ സ്ട്രെങ്ത് എൻക്രിപ്റ്റ് ചെയ്ത് പോലെ, അപ്പൊ അതിനെ ഡിക്രിപ്റ്റ് ചെയ്ത് അതിന്റെ വാല്യൂസ് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാസ്വേഡ് പ്രൊവൈഡ് സ്പെസിഫൈ ചെയ്യണം. അതുപോലെ ഡു നോട്ട് ഡൗൺലോഡ് ഓർ റൺ പ്രോഗ്രാംസ് ദാറ്റ് കം ഫ്രം അൺട്രസ്റ്റഡ് സോഴ്സസ്. ഇത് നമ്മൾ പലപ്പോഴും ഇൻസ്റ്റാളേഷൻ സമയത്ത് നമ്മൾ കാണുന്ന ഒരു ടേമാണ്. ഇത് ഇന്റഗ്രിറ്റി നമുക്ക് അത്ര വാല്യൂബിൾ അല്ല, നിങ്ങൾ വേണം ഉറപ്പ് വരുത്തിയിട്ട് അൺട്രസ്റ്റഡ് സോഴ്സ് ആണ് നിങ്ങൾ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എന്നിട്ടും നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് വേണേൽ നമ്മൾ ചെയ്യാറുണ്ട്. പറയുന്ന ഒരു കാര്യം, വൈറസ് സ്കാനേഴ്സ് അപ് ടു ഡേറ്റ്. വൈറസ് സ്കാനുകൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ചെയ്യണം എന്നുള്ളത്. കീപ് ഓൾ സോഫ്റ്റ്വെയർ പാച്ചസ് അപ് ടു ഡേറ്റ്. കീപ് സോഫ്റ്റ്വെയർ പാച്ചസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാം, നമുക്ക് എന്തെങ്കിലും കുറെ നാൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞാൽ പലപ്പോഴും പല അപ്ഡേറ്റ്സുകൾ വരും, ചില ഫിക്സേഷൻസ് വരും, ട്രബിൾ ഷൂട്ട് ചെയ്ത ചില ബഗ് ഫിക്സിങ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ പല ആൾക്കാരും ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും സോഫ്റ്റ്വെയർ ഒരാൾ യൂസ് ചെയ്യും. അപ്പോൾ അവർക്ക് നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻസ് അപ്ഡേഷൻസുകൾ വന്നുകൊണ്ടിരിക്കും. ആ സമയങ്ങളിൽ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഞ്ചിലേക്ക് അത് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് കീപ് ഓൾ സോഫ്റ്റ്വെയർ പാച്ചസ് അപ് ടു ഡേറ്റ്. നമ്മൾ വരുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് നമുക്കറിയാം, നമ്മളിപ്പോൾ വാട്സാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല അപ്ഡേഷൻസും നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ കമ്പൾസറി ആയിട്ട് പോകുന്നതുകൊണ്ട് ചില സമയം നമുക്ക് റിവ്യൂ ഉണ്ട്. For that, use some available security configuration analysis tools നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വിൻഡോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വേണേൽ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നൊക്കെ അക്കൗണ്ട് പോളിസീസ് എന്ന് പറയുന്നത്, അക്കൗണ്ട് എന്ന് പറയുന്നത് യൂസർ അക്കൗണ്ട്സ് ആണ് ജനറൽ ആയിട്ട് പറയുന്നത്. യൂസർ അക്കൗണ്ട് യൂസേഴ്സിനെ കണക്ട് ചെയ്ത് വരുമ്പോൾ ഗ്രൂപ്പ് അക്കൗണ്ട് ക്രിയേഷൻ ഉണ്ടാവും. ഇതിനകത്തെ കേസസ് ആണ് ഈ അക്കൗണ്ട് പോളിസിയിൽ മാനേജ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകുന്നത്. യൂസർ അക്കൗണ്ട്സ് ഓർ സിംപ്ലി ലോഗിൻ IDs ആർ റിക്വയർഡ് ടു ആക്സസ് എനി സിസ്റ്റംസ് ഓർ നെറ്റ്വർക്ക് റിസോഴ്സസ് ഇഫ് റിസോഴ്സസ് ആക്സസ് കോൺഫിഗർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ആർ ഇൻ കൺട്രോൾ. അത് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ID
കൊടുത്ത് വെരിഫൈ ചെയ്ത് ഓതറൈസ് ആയിട്ടുള്ള ആളാണ് എടുക്കുന്നത്. The administrator has to have the policy on user administration in terms of user account creation, deletion, modification, expire. Also have a password policy in terms of password length, complexity, minimum and maximum password age. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ അക്കൗണ്ട് പോളിസീസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്ററിന്റെ വലിയൊരു മേജർ റോളാണ്, അല്ലെങ്കിൽ മേജർ ടാസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരാണ് യൂസർ അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അത് മോഡിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നും, അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അതോറിറ്റി ID ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം ഉള്ള ID വാല്യൂ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഏതൊക്കെ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യണം, ID കൊടുക്കുന്നതിന് ഇപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് വാല്യൂസിന് എങ്ങനെയാണ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്, അതിന് കറസ്പോണ്ടിങ് പാസ്വേഡ് കൊടുക്കുകയാണ്, പാസ്വേഡിന്റെ ലെങ്ത്, കോംപ്ലക്സിറ്റി, അതിന്റെ മിനിമം മാക്സിമം ഒക്കെ, പാസ്വേഡ് ഏജിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യപ്പെടണം. ഈ പാസ്വേഡ് പോളിസീസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അത് പല പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള സെക്ഷൻ തന്നെയാട്ടോ. ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേഷനും ഡിലീഷനെ കുറിച്ചിനെക്കാട്ടും കൂടുതലായിട്ട് പാസ്വേഡ് പോളിസിയുടെ ടേംസുകൾ ചോദിച്ചിട്ടുണ്ട്. യൂസർ നെയിം നമുക്കറിയാം മൾട്ടിപ്പിൾ, ഒരേ ആൾക്ക് ഒന്നിൽ കൂടുതൽ യൂസർ നെയിംസ്, സിമിലർ ടൈപ്പുള്ള യൂസർ നെയിംസുകൾ വന്നാൽ അത് പാസ്വേഡ് എപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അതിനെ പണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പൊതുവെ എന്താ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ അക്കൗണ്ട് ആയിട്ട് അതപ്പോൾ യുണീക്കാണ്. അപ്പം അക്കൗണ്ടും പാസ്വേഡും എല്ലാം യുണീക്നെസ് മസ്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ കൂടുതലും നമ്മൾ പോകുന്നത്, സെക്യൂരിറ്റി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എ യൂസർ അക്കൗണ്ട് പോളിസി ഈസ് എ ഡോക്യുമെന്റ് വിച്ച് ഔട്ട്ലൈൻസ് ദ റിക്വയർമെന്റ്സ് ഫോർ റിക്വസ്റ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ അക്കൗണ്ട് ഓൺ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഓർ നെറ്റ്വർക്ക്സ് ടിപ്പിക്കലി വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷൻ ടു യൂസർ ആൻഡ് ഗ്രൂപ്പ് ഇൻ ലിനക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ജനറൽ ആയിട്ട് ഏതൊക്കെയാണ് അതിന്റെ ഐഡീസ്, അല്ലെങ്കിൽ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നത്, യൂസർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് കമാൻഡ്സ് യൂസ് ചെയ്യാൻ, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള കുറച്ച് ജനറൽ കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പം ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹോം യൂസർ നെയിം എന്നുള്ളത് അതിന് കറസ്പോണ്ടിങ് മെയിൽ ഉണ്ടാവും, യുണീക്ക് ID, അത് ഗ്രൂപ്പ് ID ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ കൂടെ ഉണ്ടാകുന്നുണ്ട്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഹാറ്റ് ലിനക്സ് യൂസേഴ്സ് യൂസർ പ്രൈവറ്റ് ഗ്രൂപ്പ് സ്കീം വേർ യൂസർ ഓൾവേസ് ഗെറ്റ് ക്രിയേറ്റഡ് വിത്ത് പ്രൈമറി ഗ്രൂപ്പ്. ദർ ഈസ് ഓൺലി വൺ പ്രൈമറി ഗ്രൂപ്പ് പെർ യൂസർ. അതിനോടൊപ്പം ഉണ്ടാകുന്ന അതെവിടെയാണ്, ഹോം ഡയറക്ടറി, മെയിൽ അക്കൗണ്ട്, യുണീക്ക് യൂസർ ID, ഗ്രൂപ്പ് ID. ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള അക്കൗണ്ട്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഒന്ന് സിസ്റ്റം യൂസേഴ്സ്, ഒന്ന് നോർമൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യപ്പെടുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അത് പാസ്വേഡ്, ഷാഡോ, ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഡയറക്ടറീസിനകത്തേക്ക് നമുക്ക് സ്റ്റോർ ആകുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഓരോന്നിനെയും ഡീറ്റെയിൽസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ് പാസ്വേഡ് എന്ന് പറയുന്നത്. പാസ്വേഡ് കണ്ടെയ്ൻസ് ഡേറ്റാബേസ് ഓഫ് ഓൾ യൂസർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട്. ദെൻ അതിന്റെ ഒരു സപ്പോസ് എൻട്രി, ഒരു പാസ്വേഡ് ഫയലിലെ വാല്യൂസ് എങ്ങനെയാണ് സ്റ്റോർ ആവുന്നത് എന്നുള്ളതിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഉബുണ്ടു 1 എന്ന് പറയുന്ന ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന ഫസ്റ്റ് ഫ്ലാഗ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന യൂസർ ID ആണ്. ഉബുണ്ടു 1 ഈസ് എ യൂസർ ID. നെക്സ്റ്റ് പാസ്വേഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യം മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, X എന്നാണ്, വാല്യൂ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ പാസ്വേഡ് പോളിസി ഈസ് ഇംപ്ലിമെന്റഡ് ഇൻ ലിനക്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം പാസ്വേഡിന്റെ ഈ ഒരു ഇൻഫോർമേഷൻ മനസ്സിലാക്കി വെച്ചിട്ട് അതിന്റെ പോളിസികൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് അടുത്ത സെഷനിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ഷാഡോ ഫയൽസിലാണ് എക്സാക്ട് ആയിട്ട് നമ്മുടെ പാസ്വേഡ് സ്റ്റോർ ചെയ്ത് വരുന്നത്. അപ്പം ഇതിന്റെ ഫസ്റ്റ് യൂസർ ID ഉണ്ടായിരിക്കും, അത് ഗ്രൂപ്പ് ID ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ വരുന്നതാണ്. നെക്സ്റ്റ് എവിടെയാണ് പാസ്വേഡ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതായത് ETC ഷാഡോ ഫയൽ കണ്ടെയ്ൻസ് ദ എൻക്രിപ്റ്റഡ് യൂസർ പാസ്വേഡ് അസൈൻഡ് ബൈ ദ പാസ്വേഡ് ബൈനറി ഫയൽ. അപ്പം ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് പോയത് where is password file stored and describe its components എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പാസ്വേഡ് ഫയൽ സ്റ്റോർ ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന്. അപ്പൊ പാസ്വേഡ് ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഷാഡോ ഫയൽസ് ആണ്. എൻക്രിപ്റ്റഡ് യൂസർ പാസ്വേഡ് എൻക്രിപ്റ്റഡ് പാറ്റേണിലായിരിക്കും അവിടെ ഉണ്ടാവുക. എൻക്രിപ്ഷൻ നോർമലി ചെയ്യാനായിട്ട് എൻക്രിപ്ഷൻ അൽഗോരിതംസ്, ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മെസ്സേജ് ഡേറ്റ വേർഷൻ അൽഗോരിതംസ് ഒക്കെ എൻക്രിപ്ഷൻ അൽഗോരിതംസ്
അപ്രോപ്രിയേറ്റ് ആയിട്ടും എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്ന വെച്ചാൽ ഡീക്രിപ്ഷൻ പോസിബിൾ ആകുന്ന രീതിയിലാണ്. പക്ഷെ അവിടെ ചെയ്തുകൊണ്ടല്ല ചെയ്യുന്നത്. പക്ഷെ എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് ആയിരിക്കും പാസ്വേഡ് നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റ്സ്, നമ്മൾ ക്യാരക്ടേഴ്സ്, നമ്പർ എന്ത് കൊടുത്താലും അത് മാറിപ്പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഏരിയയിൽ എക്സ് മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ കാണില്ല. ഇനി ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്ന വർക്കുകൾ എന്താണ്? യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ആഡ് ചെയ്യുക, യൂസറിനെ ആഡ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതെല്ലാം ഈ യൂസർ അക്കൗണ്ട്സിന് ചെയ്യുന്ന ഓപ്പറേഷൻസ്. ആഡ്, ഡിലീറ്റ്, മോഡിഫൈ എന്ന് പറയുന്ന സാധനം ആരെ ചെയ്യുന്നത്? സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് മാനേജ് ചെയ്യുന്നത്. അതിന് യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടേം യൂസ് ആഡ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്തോട്ട് ഇതിന്റെ സിന്റാക്സിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്ഷൻസ്, എന്തൊക്കെ തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം എന്നുള്ളതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി യൂസർ ഐ ഡി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ അത് റൂട്ടറിന്റെ റൈറ്റ് ഒഴിവാക്കി ബാക്കി ഏത് വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാം? ഐ ഡി വാല്യൂ ആയിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നോർമലി സ്പെസിഫിക് ആയിട്ട് ഐ ഡി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അവിടെ സെറ്റ് ചെയ്ത് പോകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രൂപ്പ് ഐ ഡി നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അസൈൻമെന്റ് അവിടെ സംഭവിക്കും. അപ്പം മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസർ മോഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് മോഡിഫൈ ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഓപ്ഷൻ വാല്യൂസ്. ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ യൂസർ ഡിൽ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നു. ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് ആഡ് ചെയ്യാനായിട്ട്, മോഡിഫൈ ചെയ്യാനായിട്ട്, ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിന് കറസ്പോണ്ടിങ് ആഡ്, മോഡ്, ഡിൽ എന്ന് പറയുന്ന ടേമുകൾ യൂസറിന്റെ ആ ഇതിനൊപ്പം തന്നെ യൂസ് ചെയ്യുന്ന കമാൻഡുകൾ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിട്ട് വെച്ചാൽ. ഇതേപോലെ തന്നെ യൂസർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഗ്രൂപ്പ് മോഡിഫൈ ചെയ്യാനായിട്ടും ഡിലീറ്റ് ചെയ്യാനായിട്ടും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കമാൻഡുകൾ സെയിം ഇതേപോലെ തന്നെയുള്ള കമാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന യൂസറിന് പകരം ഗ്രൂപ്പ് എന്നുള്ള ടേം ആയിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്തെ ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാസ്വേഡ് ഫസ്റ്റ് ഡിസ്ക്രൈബ് ഇറ്റ്സ് കമ്പോണൻസ് എന്ന് പറയുന്നതിന് ആ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അക്കൗണ്ട് പോളിസീസ്, പാസ്വേഡ് പോളിസികൾ, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അക്കൗണ്ട് പോളിസീസ് എന്ന് പറയുന്ന റിക്വയർഡ് ടു മാനേജ് യൂസർ എഫക്റ്റീവ്ലി. അക്കൗണ്ട് പോളിസീസ് കണ്ടെയ്ൻസ് ദ ഫോളോ. എന്തൊക്കെയാണ് അക്കൗണ്ട് പോളിസീസിൽ വരുന്നത്? യൂസർ അക്കൗണ്ട് പോളിസികളാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ പാസ്വേഡ് പോളിസിയാണ്. Password policy and these policy settings are used for domain or local user accounts. They determine setting for passwords such as enforcement lifetimes. നമ്മൾ ആ പാസ്വേഡിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാസ്വേഡ് പോളിസിയിൽ വരുന്നത്. അക്കൗണ്ട് ലോക്കൗട്ട് പോളിസി എന്നുള്ള രീതിയിലുണ്ട്. അക്കൗണ്ട് ലോക്കൗട്ട് പോളിസീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എടുക്കുന്നതെങ്കിൽ അതിപ്പം പിൻ നമ്പർ ഒക്കെ ഇല്ലേ, പിൻ നമ്പർ ഇപ്പം എത്ര 2-3 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യണം? ആ കുറച്ച് സമയത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പാടില്ല, അത് റെസ്ട്രിക്ട് ചെയ്യണം. അപ്പം these policy settings are used for domain or local user accounts. They determine the circumstances and length of time that an account will be logged out of the system. നമുക്ക് അത് നോർമലി ഇത് യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് അൺഓതറൈസ് ആക്സസ് അല്ല എന്ന് ഉറപ്പ് വരുത്താൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് നമ്മൾ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്, പക്ഷെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പിൻ നമ്പറൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യപ്പെടും? ബ്ലോക്ക് ചെയ്യപ്പെടും. പിന്നെ അത് റീസെറ്റ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ടോ? ഇനിവേ അക്കൗണ്ട് ലോക്കൗട്ട് പോളിസി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യൂസർ ഐ ഡി പോളിസീസ്, നോർമൽ യൂസർ അക്കൗണ്ട്സിന് യൂസർ ഐ ഡി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ലെവൽ ഓഫ് റൈറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ അല്ലാതെ ഒരു യൂസർക്ക് കൊടുക്കണമെന്നുണ്ട്. അപ്പൊ 0 എന്ന് പറയുന്ന ഒരു ഐ ഡി ഒഴിവാക്കിക്കൊണ്ടായിരിക്കും അക്കൗണ്ടിനകത്ത് നമ്മൾ ഇപ്പൊ ഗ്രൂപ്പിന്റെ ആയിക്കോട്ടെ നോർമൽ അക്കൗണ്ടിന്റെ കേസിൽ ആയിക്കോട്ടെ 0 ഒഴിവാക്കിക്കൊണ്ടുള്ള യൂസർ ഐ ഡി വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ അക്കൗണ്ട് പോളിസിയിൽ ക്രിസ്റ്റായിട്ട് പറയുന്നത്. 0 എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് കൊടുക്കാൻ പറ്റില്ല, ഐ ഡി ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അക്കൗണ്ട് ക്രിയേഷൻ പോളിസി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. അക്കൗണ്ട് ടെർമിനേഷൻ പോളിസി അതേപോലെ ഏതെങ്കിലും കാരണവശാൽ റൈറ്റ് മാറിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ ലെഫ്റ്റ് ആകുമ്പോഴോ എക്സ്പയർ ആകുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ലൈഫ്.
ഇതിനകത്ത് ക്വസ്റ്റ്യൻ കൂടുതലും വന്നിരിക്കുക പാസ്വേഡ് പോളിസിയെ കുറിച്ചാണ്. പാസ്വേഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ പാസ്വേഡ് പോളിസി ഈസ് ഇംപ്ലിമെന്റഡ് ഇൻ ലിനക്സ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പാസ്വേഡ് പോളിസി ഇംപ്ലിമെന്റേഷൻ ഇസ് വെരി ജനറൽ ഐഡിയ കൊടുക്കുക. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ പാരാമീറ്റേഴ്സ് ടു ബി എൻഫോഴ്സ് ആസ് പാർട്ട് ഓഫ് സെറ്റിംഗ് എ പാസ്വേഡ് പോളിസി. എന്തൊക്കെ എൻഫോഴ്സ്? പാസ്വേഡ് ഹിസ്റ്ററി, മാക്സിമം പാസ്വേഡ് ഏജ്, മിനിമം പാസ്വേഡ് ഏജ്, മിനിമം പാസ്വേഡ് ലെങ്ത്, പാസ്വേഡ് സ്ട്രെങ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് എക്സ്പ്ലനേഷൻ ഇതിനകത്ത് വന്നിട്ടില്ല. അതിനകത്ത് ആകെ പാസ്വേഡ് സ്ട്രെങ്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം, എനേബിളിംഗ് ദിസ് പോളിസി സെറ്റിംഗ് റിക്വയർസ് പാസ്വേഡ് ടു മീറ്റ് ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. എന്തൊക്കെ വേണം ഒരു പാസ്വേഡിന് ജനറൽ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇതിനും എക്സ്പ്ലനേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ മാർക്കിനനുസരിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് നോക്കിയാൽ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നുള്ള കോംപ്ലക്സിറ്റി, പാസ്വേഡ് ഏജസ്, പാസ്വേഡ് ഹിസ്റ്ററി, ഇങ്ങനെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇല്ല ജസ്റ്റ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലനേഷൻസ് മാർക്കിനനുസരിച്ച് ഇത് മാത്രം മതി. ഇത് നമ്മുടെ കോമൺ സെൻസ് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പാസ്വേഡ് ഈസ് അറ്റ്ലീസ്റ്റ് 6 ക്യാരക്ടേഴ്സ് ലോങ് ആയിരിക്കണം. സ്റ്റോർ പാസ്വേഡ് യൂസിങ് റിവേഴ്സിബിൾ എൻക്രിപ്ഷൻ ഫോർ ഓൾ യൂസേഴ്സ് ഇൻ ദ ഡൊമെയിൻ. The password contains characters from 3 of the following 4 categories. നമ്മുടെ പാസ്വേഡിൽ ഉണ്ടാകാവുന്ന ലെറ്റേഴ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. അതായത് ഇംഗ്ലീഷിനകത്ത് അപ്പർ കേസ് ക്യാരക്ടേഴ്സ് A to Z ആയിരിക്കും. അതുപോലെ ലോവർ കേസ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ A തൊട്ട് ക്യാപിറ്റൽ Z വരെ, ഡിജിറ്റ് ആണെങ്കിൽ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് അതിനകത്ത് യൂസ് ചെയ്യാം. ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുന്ന നോൺ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സിനകത്ത് ഈ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ടും പാസ്വേഡിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇതാണ് ഈ മിനിമം പാസ്വേഡ് ഏജ്, മാക്സിമം പാസ്വേഡ് ലെങ്ത് എന്നൊക്കെ, മിനിമം പാസ്വേഡ് ലെങ്ത്, ഈ ഒരു ടോപ്പിക്കിന് അഡീഷണൽ എക്സ്പ്ലനേഷൻ നോട്ട്സ് എഴുതി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ചാറ്റ് GPT, ജെമിനി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവൈലബിൾ ആയതുകൊണ്ട് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പണ്ടായിരുന്നു ഒരുപാട് റെഫറൻസസ് ബുക്സ് നോക്കേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പൊ നീ എന്തെങ്കിലും അഡീഷണൽ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ കിട്ടും. ഞാനത് എടുത്തു വെച്ചിരുന്നു, പിന്നെ എല്ലാം കൂടെ പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു മാത്രം. പിന്നെ ഇതിനകത്ത് അപ്പൊ ഈ ഒരു സെക്ഷൻ പാസ്വേഡ് പോളിസി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു പോർഷൻ തന്നെയാണ്. ഇതിനകത്ത് പോളിസികളിലെ ഒരു കേസ് നമ്മൾ പറഞ്ഞാണ് അക്കൗണ്ട് ലോക്കൗട്ട് പോളിസി എന്ന് പറഞ്ഞില്ല. അക്കൗണ്ട് ലോക്കൗട്ട് പോളിസി എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ അൺഓതറൈസ് ആക്സസ് ആണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. That is, ഇത് ആക്റ്റീവ് ആകുന്ന എപ്പോഴായിരിക്കും? someone who attempts to use more than a few unsuccessful passwords while trying to log on to a system. malicious user attempt, അതായത് നമ്മളല്ലാത്ത വേറൊരാൾ അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും തെറ്റ് വരുത്തുക എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അക്കൗണ്ട് ലോക്കൗട്ട് പോളിസി സെറ്റിംഗ്സ് കൺട്രോൾ ദ threshold for this responses and the action to be taken after the threshold is reached. എത്ര പ്രാവശ്യം അക്കൗണ്ട് ലോക്കൗട്ട് പോളിസിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, എത്ര പ്രാവശ്യം ട്രൈ ചെയ്യാം, എത്ര പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം എത്ര നേരത്തേക്ക് അത് അത്രയും, ഇപ്പൊ 3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പിന്നീട് നമുക്കത് ഉടനെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. മൊബൈലൊക്കെ സെക്കൻഡ്സിനെ ബേസ് ചെയ്ത് വെക്കാം. ചില ബാങ്ക് ഇതിനകത്തൊക്കെ കുറച്ചും കൂടെ സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻസ് ഉള്ളതാണെങ്കിൽ 1 day 24 hours റെസ്ട്രിക്ഷൻസ് കൊടുക്കാം. നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് 3 times ബേസ് ചെയ്തുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ദ ലോക്കൗട്ട് പീരിയഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിസ്റ്റം സെൻസിറ്റിവിറ്റി ഓർ ഓർഗനൈസേഷൻ. എത്ര സമയമാണെന്നുള്ള കാര്യം, എത്ര പ്രാവശ്യം എത്ര സമയം എന്നുള്ളത് ഡിപ്പെൻഡ്സ്. അപ്പൊ അതിനകത്ത് വരാവുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെ അക്കൗണ്ട് ലോക്കൗട്ട് പോളിസിയിൽ കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ അക്കൗണ്ട് ലോക്കൗട്ട് ത്രെഷോൾഡ്, അക്കൗണ്ട് ലോക്കൗട്ട് ഡ്യൂറേഷൻ, റീസെറ്റ് അക്കൗണ്ട് ലോക്കൗട്ട് കൗണ്ടർ ആഫ്റ്റർ. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അക്കൗണ്ട് ലോക്കൗട്ട് പോളിസി മാനേജ് ചെയ്തിരിക്കുന്നത്.
പെർമിഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നതിനകത്ത് പെർമിഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രിവിലേജ് കൊടുക്കുന്ന ആർക്കൊക്കെ എന്തൊക്കെ ആക്സസ് ഉണ്ടെന്ന്. പ്രിവിലേജ് ഈസ് എ പെർമിഷൻ ടു പെർഫോം ആൻ ആക്ഷൻ ഓൺ എ സിസ്റ്റം ഓർ ഇറ്റ്സ് റിസോഴ്സസ്. രണ്ട് തരത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അബ്സല്യൂട്ട് ഫുൾ കൺട്രോൾ കൊടുക്കുവാണെങ്കിൽ ഒരു സിസ്റ്റത്തിന് മുകളിൽ അല്ലെങ്കിൽ റിസോഴ്സ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രിവിലേജ്ഡ് എന്ന് പറയും. അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രിവിലേജ് നമ്മൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ അൺപ്രിവിലേജോ റെഗുലറോ നോർമൽ യൂസർ എന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പൊ നോർമലി ഫുൾ പ്രിവിലേജ് കിടക്കുന്നത് യൂസറിന് സൂപ്പർ യൂസർ അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. പ്രിവിലേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാമല്ലോ. അപ്പോൾ ഓർഡിനറി യൂസേഴ്സ് ആർ ഗ്രാൻഡഡ് ഓൺലി ഇനഫ് പെർമിഷൻ ടു അക്കംപ്ലിഷ് ദെയർ മോസ്റ്റ് കോമൺ ടാസ്ക്. സോ അൺപ്രിവിലേജ് യൂസർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരികയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും പെർഫോം ചെയ്യാൻ വെച്ചാൽ കേർണൽ ഓപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മോഡിഫൈ സിസ്റ്റം ഫയൽസ് ഓർ ഫയൽസ് of other users, change the owner of any files, change the run level, adjust disk quotas, start or stop of daemon, background processകളുടെ start stop ഒന്നും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സിഗ്നൽ പ്രോസസ് of other users, create device nodes, create or remove users or groups, mount or unmount volumes, execute a content of any system binary directory files അല്ലെങ്കിൽ ഫയൽസ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് അല്ല. കാറ്റഗറിയിൽ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്നത് മിനിമൽ പ്രിവിലേജ് എന്ന് പറയുന്നത്. ഓരോ പ്രോസസ്സിനനുസരിച്ച് അല്ലെ ഇങ്ങനെയാണ് യൂസറിന്റെ റൈറ്റ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇത് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് കിട്ടും കേട്ടോ. നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താ എല്ലാ റൈറ്റും എല്ലാവർക്കും കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളതിനെ ജനറൽ തിയറി ആയിട്ട് പറയുന്നത്. ബെറ്റർ സിസ്റ്റം സ്റ്റെബിലിറ്റി അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ബെറ്റർ സിസ്റ്റം സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഈസ് ഓഫ് ഡിപ്ലോയ്മെന്റ് എന്ന് പറ്റും. സൂപ്പർ യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് സ്പെഷ്യൽ യൂസർ അക്കൗണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രിവിലേജസുകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് മാത്രം മാറ്റിക്കൊണ്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന രീതിയിൽ വരുന്നതാണ് സൂപ്പർ യൂസർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. റൈറ്റ് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കാൻ പറ്റുക. ചിലർ റൂട്ട് എന്ന് പറയും, ചിലർ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ പറയും, ചിലർ സൂപ്പർ യൂസർ എന്ന് പറയും. അങ്ങനെ സെയിം ഹയർ അതോറിറ്റി ഉള്ള സാധനമാണ്. അവർക്ക് നോർമലി കിട്ടുന്ന ID വാല്യൂ 0 ആണ്. ഓർഡിനറി യൂസറിനെക്കാളും കൂടുതൽ കാര്യങ്ങൾ സൂപ്പർ യൂസറിന് ചെയ്യാനായിട്ട് സാധിക്കും. സൂപ്പർ യൂസർ അക്കൗണ്ട് ഓൾവേസ് പോയിന്റ് റൂട്ട്സ് ഹോം ഡയറക്ടറി ആണ്. പിന്നെ ഫയൽ സിസ്റ്റം പെർമിഷൻസ് മാനേജ് ചെയ്യാനായിട്ട്. ട്രഡീഷണലി നമ്മൾ മാനേജ് ചെയ്യുന്നത് 3 ഡിസ്റ്റൻസ് ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഒന്ന് യൂസർ, ഗ്രൂപ്പ്, അതേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. എന്നുവെച്ചാൽ ആർക്കൊക്കെയാണ് അതിനകത്ത് വരുന്നത് പാർട്ടാകുന്നത് എന്നുള്ളത്. ഫോർമാറ്റ് ലോങ് ഫോർമാറ്റ് യൂസ് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. യൂസർ ആണോ ഗ്രൂപ്പ് ആണോ അതേഴ്സ് അത് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ആദ്യം ഒറിജിനൽ ഓണർ എന്നുള്ള രീതിയിലുള്ള ഇതായിരിക്കും. പിന്നെ ഗ്രൂപ്പ് റൈറ്റുകൾ കാണിക്കാം. പിന്നെ അതേഴ്സ് എന്നുള്ള റൈറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റർ ആണ് യൂസർ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്ക്ട് പെർമിഷൻസ് ആയിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിനകത്ത്. അവിടെയും സ്പെസിഫൈ ഇതിലൊന്നും പെടാതെ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ക്രിയേറ്ററോ ഗ്രൂപ്പോ ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ അതർ എന്നുള്ള കാറ്റഗറിയിലിട്ട് എടുക്കുക. അതർ ക്ലാസ്സിനകത്ത് സ്പെസിഫൈ ചെയ്യാം.
എഫക്റ്റീവ് പെർമിഷൻസ് നോർമലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന യൂസർ ക്ലാസ് ആയിരിക്കും, ക്രിയേറ്റർക്കായിരിക്കും. ദാറ്റ് ഈസ് യൂസർ ഈസ് ദ ഓണർ ഓഫ് ദ ഫയൽ ആയതുകൊണ്ട് അയാൾക്കായിരിക്കും പെർമിഷൻസ് കൂടുതൽ ഉണ്ടാവുക. ഇനി പെർമിഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പെർമിഷൻ? ജനറൽ ആയിട്ട് നമ്മൾ 3 ടൈപ്സ് പെർമിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് റീഡർ, റൈറ്റ്, എക്സിക്യൂട്ട് എന്നുള്ള രീതിയിൽ. റീഡ് പെർമിഷൻസിന്റെ എബിലിറ്റി ടു റീഡ് എ ഫയൽ, റൈറ്റർ പെർമിഷൻ ടു ഗ്രാൻഡ് എബിലിറ്റി ടു മോഡിഫൈ എ ഫയൽ, എക്സിക്യൂട്ട് പെർമിഷൻ ഗ്രാൻഡ് എബിലിറ്റി ടു എക്സിക്യൂട്ട് എ ഫയൽ എന്ന് പറയുന്നത്. നമ്മുടെ EXE ടൈപ്പ് എക്സിക്യൂഷൻ ടൈപ്പ് ഫയൽസുകൾ, ബൈനറി ഫോർമാറ്റുള്ള ഫയൽസുകളാണ് നോർമലി ഈ എക്സിക്യൂട്ട് പെർമിഷനോട് കൂടിയിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ പെർമിഷൻ എന്നുള്ള രീതിയിൽ എടുക്കുന്ന 3 അഡീഷണൽ മോഡ്സിനെ കുറിച്ചും കൂടെ ഒരു തിയറി പോലെ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ മോഡ്സ് ഫോർ എ ഫയൽ ഓർ ഡയറക്ടറി. ദാറ്റ് ഈസ് ഒന്ന് സെറ്റ് യൂസർ ID അല്ലെങ്കിൽ സെറ്റ് ഗ്രൂപ്പ് ID, സ്റ്റിക്കി ബീറ്റ് എന്ന് പറയുന്ന 3 കാര്യങ്ങളും കൂടെ അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് കൊടുക്കാം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോർമേഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ യൂസർ ID. When a file with the user ID is executed or is on, the resulting process will assume the effective user ID given to the owner class. Set group ID ആണെങ്കിൽ സെയിം, ഇതിന് യൂസറിന് പകരം ഗ്രൂപ്പ് ആണെന്നുള്ള രീതി മാത്രമേ. When a file with the set group ID is executed or on, the resulting process will assume the group ID given to the group class. ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഫയൽസ് ആൻഡ് ഡയറക്ടറി created under that directory will inherit from that Sticky bit mode it encourages the kernel to retain the resulting process image in memory beyond termination. ഇതിന്റെ benefit, the sticky permission prevents users from renaming, moving or deleting contained files on by user other than themselves. Only the directory owner and super user exempt from this. അതായത് മാറ്റങ്ങൾ വരുത്താൻ റീനെയിം ചെയ്യാണെന്നുള്ളത്, പക്ഷെ അത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു കേസാണ് സ്റ്റിക്കി ബിറ്റ്സിന്റെ ഓപ്ഷൻ. ഇത് 3 തരം മോഡ് ഉണ്ടെങ്കിലും പക്ഷേ ഇതിനൊരു സിംഗിൾ ബിറ്റാണ് ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതെൻ്റെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നു. പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് പെർമിഷൻസ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? 2 രീതിയിൽ സെറ്റ് നൊട്ടേഷൻസ് കൊടുക്കാൻ പറ്റും. സിംബോളിക് നൊട്ടേഷൻസും ന്യൂമറിക് നൊട്ടേഷനും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നൊട്ടേഷൻ ട്രഡീഷണൽ ഫയൽസിൽ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ് സിംബോളിക് നൊട്ടേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമ്മൾ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഹൈഫൺ RWR എന്നുള്ള രീതിയിൽ ടേംസുകൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ നേച്ചറാണ് കാണിക്കുന്നത്, ടൈപ്പാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓർഡിനറി ഫയലാണോ, ക്യാരക്ടർ ഫയലാണോ, ഡയറക്ടറി ഫയൽ, അങ്ങനെ ഏത് ടൈപ്പ് ഫയലാണോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. പിന്നെയുള്ള 9 എണ്ണത്തിനെ നമ്മൾ 3 ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ 3 പൊസിഷൻ എന്ന് പറയുന്നത് നോർമൽ യൂസറിന്റെ റൈറ്റിനെ കുറിച്ചും, രണ്ടാമത്തെ സെറ്റ് 3 പൊസിഷൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയും. അതിനുശേഷം പിന്നെ വരുന്ന 3 എണ്ണം എന്ന് പറയുന്നത് അതേഴ്സിന്റെ റൈറ്റിനെ സ്പെസിഫൈ പെർമിഷൻസ് മോഡാണ് സ്പെസിഫൈ ചെയ്ത് വരുന്നത്. അപ്പം ഫസ്റ്റ് ടൈപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ആ 9 എണ്ണത്തിനെ 3 സെറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അപ്പൊ 3 ലെറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. RWX എന്ന് പറയും. ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പിന്നത്തെ റീഡ് റൈറ്റ് എക്സിക്യൂട്ട് എന്നുള്ളത് ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, പിന്നത്തെ റീഡ് റൈറ്റ് എക്സിക്യൂട്ട് എന്ന് പറയുന്ന നമ്മുടെ അതർ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇതിനകത്ത് പെടാത്ത പെർമിഷൻ റേഞ്ച് ആയിട്ടാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഇതിനകത്ത് LS-L എന്ന് കൊടുത്ത ലോങ് ഫോർമാറ്റിലുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് തന്നേക്കുന്നത്. ഫസ്റ്റ് സിംബോളിക് നൊട്ടേഷൻസ് ആണ് ഒരു യൂസേജ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ അറിയാം ഇതിന്റെ നേച്ചർ ഓരോന്നും ഓരോ രീതിയിലാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. R എന്ന് പറഞ്ഞ ടേമിന്റെ അർത്ഥം റീഡിംഗ് ആണ്. ഈ റീഡിംഗ് ഈസ് പെർമിറ്റഡ് ആണ്, അല്ല അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഹൈഫൺ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുക. റൈറ്റ് പെർമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ W എന്ന ടേം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കും. X എന്ന് പറയും എക്സിക്യൂഷൻ ഈസ് പെർമിറ്റഡ്. ഇനി അപ്പൊ ആദ്യത്തെ കേസ് ഹൈഫൺ എന്നാണ്. ഇങ്ങനെ നോർമലി ഹൈഫൺ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന രീതിയിലുള്ള ഫയൽസ് ആണ് റെഗുലർ ഫയൽസ്. whose user class has full permission and whose group and other classes have only the read and write execution. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന അതേ രീതിയിലാണ് ഇത്. RWX ആദ്യത്തെ ക്ലാസ്സിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ റെഗുലർ ഫയലാണ്. ഈ റെഗുലർ ഫയൽ യൂസറിന് ഫുൾ റൈറ്റോട് കൂടി പോയിട്ടുണ്ട്. അടുത്ത ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം
റീഡ് ഉണ്ട്, പക്ഷെ റൈറ്റ് ഇല്ല, എക്സിക്യൂട്ട് എന്നുള്ള രീതിയിൽ വരെ റീഡും അതേഴ്സിനും ഇതേ ഓപ്ഷൻസ് ആണ്. റീഡ് ആൻഡ് എക്സിക്യൂട്ട് പെർമിഷൻ മാത്രമേ ബാക്കി 2 ക്ലാസ്സുകൾക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ രണ്ടാമത്തെ മോഡ് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ക്യാരക്ടർ സ്പെഷ്യൽ ഫയലാണ് ഹൂസ് യൂസർ ആൻഡ് ഗ്രൂപ്പ് ക്ലാസ്സസ് ഹാവ് ദ റീഡ് ആൻഡ് റൈറ്റ് പെർമിഷൻസ് ആൻഡ് whose others class have only the read permission. ഇതിനെ ക്യാരക്ടറൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ കേസ് നോക്കുമ്പോൾ റീഡ് റൈറ്റ് എക്സിക്യൂഷൻ ഇല്ല, റീഡ് റൈറ്റ് മാത്രമുള്ള രീതിയിൽ പോകുന്നു. പിന്നെ ഡിയിലാണ് സ്റ്റാർട്ട്, ദാറ്റ് ഈസ് ഡയറക്ടറി ആണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഫസ്റ്റ് ലെറ്റർ വൈസ് ഫസ്റ്റ് പൊസിഷൻ വെച്ചും നമുക്ക് ടൈപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീടുള്ള പെർമിഷൻസ്, യൂസറിന്റെ പെർമിഷൻ, ഗ്രൂപ്പിന്റെ പെർമിഷൻ, അതർ ക്ലാസ് പെർമിഷൻസ് നമുക്ക് ഇതിനകത്ത് കാണിക്കും. ഇത് സിംബോളിക് നൊട്ടേഷൻസ് ബേസ് ചെയ്ത് അതുപോലെ തന്നെ ന്യൂമറിക് നൊട്ടേഷൻസ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, പെർമിഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കാണിക്കുക. ഒക്ടൽസ് യൂസ് ചെയ്യുന്ന ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇതേ 3 ഡിജിറ്റ്, ലാസ്റ്റ് 3 ഡിജിറ്റിനെ ഓണർ ഗ്രൂപ്പ് ആൻഡ് അതേഴ്സ് എന്നുള്ള രീതിയിൽ, ഇവിടെ യൂസർ ഗ്രൂപ്പ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണർ ഗ്രൂപ്പ് അതേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന്റെ നോർമലി ഒക്ടൽ ആയതുകൊണ്ടുള്ള നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. 0 ആണെങ്കിൽ നോ പെർമിഷൻസ്, 0 ആണെങ്കിൽ എക്സിക്യൂട്ട്, 0 ആണെങ്കിൽ റൈറ്റ്, 0 ആണെങ്കിൽ റൈറ്റ് ആൻഡ് എക്സിക്യൂട്ട്, 4 ആണെങ്കിൽ റീഡ്, 5 ആണെന്നുണ്ടെങ്കിൽ റീഡ് ആൻഡ് എക്സിക്യൂട്ട്, 6 ആണ് റീഡ് ആൻഡ് റൈറ്റ്, 7 ആണ് റീഡ് റൈറ്റ് ആൻഡ് എക്സിക്യൂട്ട് വാല്യൂസ് ആണ്. ഈ ഒരു കോമ്പിനേഷനിലാണ് ഇതിന്റെ ന്യൂമറിക് നൊട്ടേഷൻ റെപ്രസെന്റേഷൻ വരുന്നത്. അപ്പൊ സിംബോളിക് നൊട്ടേഷൻ, ന്യൂമറിക് നൊട്ടേഷൻ ഈ ഒരു പോർഷൻ പോകുന്ന കഴിഞ്ഞപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ നോക്കിയില്ല കേട്ടോ, കുറച്ചെണ്ണം മാത്രം നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തതേ ഉള്ളൂ. നമുക്ക് 2013 മുതൽ 2023 വരെയുള്ളതിനകത്ത് 74 പേജസോളം കിടപ്പുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കണ്ടതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയെടുത്തു മാത്രം. കോൺഫിഗറിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം സെറ്റിംഗ്സ് എന്നത് നമുക്കറിയാം. നമ്മൾ നെറ്റ്വർക്ക് സർവീസസുകളെല്ലാം നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ, DNS, NFS ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോൺഫിഗർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യാൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ ടേംസുകൾ ഓരോന്ന് ഇതുപോലെ തന്നെ ഡിഫറെന്റ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് മാർക്കിന് വേണ്ടി. അപ്പോൾ അഡ്വാൻസ് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പിന്നെ ക്വസ്റ്റ്യൻ ഏരിയയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നം വരുമ്പോൾ അത് കണ്ടുപിടിക്കുക, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ട്രബിൾ ഷൂട്ടിങ്ങിനകത്ത് വരാം. That is problem diagnosis and troubleshooting is a critical activity which has to be done either manually or automatically. For effective maintenance of systems and networks and their resources. It can be done locally or remotely. ഇനി അതിന് നോർമലി ബേസിക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് സിസ്റ്റം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും യൂസർ റിസോഴ്സസ് വൃത്തിയായിട്ട് യൂസ് ചെയ്യാനും എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യുകയും ട്രബിൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഇഷ്യൂസ് ഉണ്ടാവാം, അത് ചെയ്യാനായിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന യൂട്ടിലിറ്റീസ് ടൂൾസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ഇതിൽ പറയുന്നത്. നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഈ ഒരു പാരഗ്രാഫിനകത്ത് മുഴുവൻ എന്തൊക്കെയാണ് നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്നുള്ളതിനെ കുറിച്ച്, ബേസിക് നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒക്കർ ഡ്യൂ ടു ലാക്ക് ഓഫ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി, ഇംപ്രോപ്പർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ, ഇൻസഫിഷ്യന്റ് ഓർ നോൺ വർക്കിംഗ് നെറ്റ്വർക്ക് ഹാർഡ്വെയർ, പവർ ഫ്ലക്ച്വേഷൻസ് ഓർ നോ പവർ, ഇൻസഫിഷ്യന്റ് ഓർ നോ സെക്യൂരിറ്റി വൈസസ്. ഈ ഒരു ഫസ്റ്റ് കേസസ് എന്ന് പറയുന്നത് ഇൻട്രൂഷൻ ഓഫ് ഡിറ്റക്ഷൻ ഓഫ് സിസ്റ്റം, അതുപോലെ തന്നെ പ്രിവെൻഷൻ സിസ്റ്റം, ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം, എല്ലാം ഡിറ്റക്ഷൻ പ്രിവെൻഷൻ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ഇൻ നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂസ്. അതിൽ ഈ ഒരു ടേബിളാണ് എന്തൊക്കെ തരത്തിലുള്ള ഇഷ്യൂസ് ആണ് വരുന്നതും അതിന് ഏതൊക്കെ രീതിയിൽ ട്രബിൾ ഷൂട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ടൂൾസ് താഴെ നിന്നുണ്ട്. അപ്പം എന്താണ് നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്നുള്ളതിനൊരു ഡെഫിനിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് എഴുതാം. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് 1 by 1 ആയിട്ട്. ചിലപ്പോൾ ഇത് ഒരു 3-4 കുറിച്ച് എഴുതാനായിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ നെയിം ചെയ്യാം ഏതൊക്കെയാണെന്നുള്ളത്. ക്വസ്റ്റ്യനകത്ത് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. കണ്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. What are the reasons for occurrence of networking problems? ആ ഡെഫിനിഷൻ നമ്മൾ ആ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് പഠിച്ചിട്ട് അത് എഴുതാൻ പറ്റും. ഡിസ്ക്രൈബ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിംഗ് ടൂൾസ്.
ഡബ്ല്യു മാപ്പ്, ട്രേസർ റൂട്ട്, നെറ്റ്സാറ്റ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 8 മാർക്കിന്റെ ക്വസ്റ്റിൻ ആയിട്ടാണ് 8 മാർക്കിന്റെ ക്വസ്റ്റിൻ ആയിട്ട് ഇത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഓരോന്നും ഈ ഓരോ സെക്ഷനും ഇമ്പോർട്ടന്റ് ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിന് ഈ ഒരു പാരഗ്രാഫ് ഞാൻ ഇത് വായിച്ചു നോക്കിയപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ പാരഗ്രാഫ് തന്നെയാണ് എക്സ്പ്ലനേഷൻ. ഇനഫ് എക്സ്പ്ലനേഷൻ ഈസ് ദർ ഫോർ ഈച്ച് ടോപ്പിക്. പിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സ് ഇതിനകത്ത് തന്നെ എന്താണ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് നെറ്റ്വർക്ക് ടൂൾ is the ping utility. This utility is used to provide a basic connectivity test between the requesting host and a destination host. This is done by using the ICMP, which has the ability to send an echo packet to destination host and a mechanism to listen for a response from this host. Simply stated, if the requesting host receives a response from the destination host, this host is reachable. നമ്മൾ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആരെയും ഒരാൾ മുന്നേ വഴി നോക്കി വിടരുത്, വഴിയുണ്ടോ അങ്ങോട്ടെന്നുണ്ടാവുന്നത് അത് കറക്റ്റ് പ്രോപ്പർ വഴിയാണെന്നൊക്കെ ഉറപ്പ് വരുത്തുന്ന രീതിയാണിത്. ദിസ് യൂട്ടിലിറ്റി ഈസ് കോമൺലി യൂസ് ടു പ്രൊവൈഡ് എ ബേസിക് പിക്ചർ ഓഫ് വേർ എ സ്പെസിഫിക് നെറ്റ്വർക്കിംഗ് പ്രോബ്ലം മേ എക്സിസ്റ്റ്. പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടോ എവിടെയാണെന്ന്. For example, if an internet connection is down at an office, the ping utility can be used to figure out whether the problem exists within the office or within the network of the internet provider. അപ്പം ഈ ഒരു പാരഗ്രാഫ് തന്നെ ഇതിനെക്കുറിച്ച് ധാരാളം മനസ്സിലാക്കാൻ. ഇപ്പം ഒരു പാക്കറ്റ് എക്കോ പാക്കറ്റ് കൊടുത്തുവെച്ചാൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റൂട്ട് ഉണ്ട് എന്നൊരു റൂട്ടിംഗ് കുഴപ്പമില്ലാതെ നടത്താൻ പറ്റുന്ന ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള ട്രബിൾ ഫൈൻഡിങ് കേസാണത്. പിങ് എന്നിട്ട് ഇങ്ങനെ സ്ലാഷ് ഇട്ട് കൊടുക്കുന്ന പല കേസസുകൾ എന്ന് പറയുന്നത് വിൻഡോസിനകത്തും ലിനക്സിനകത്തും യൂസ് ചെയ്യുന്ന ടേംസും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ട്രേസ് ഔട്ടിന്റെ 2 കേസസ് ആണ്. ട്രേസർ എന്ന് പറയുന്നത് വിൻഡോസിനകത്ത് യൂസ് ചെയ്യുന്ന, വിൻഡോസ് മെഷീനകത്ത് യൂസ് ചെയ്യുന്ന, ട്രേസ് ഔട്ട് ലിനക്സ് ബേസ്ഡ് മെഷീൻസിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. Once the pings utility has been used to determine basic connectivity, the tracer utility, this utility can be used to determine more specific information about the path to the destination host, including route, the task, and the response time of the internet host. അപ്പൊ പിങ് കഴിഞ്ഞ ശേഷം അടുത്ത നെക്സ്റ്റ് റേഞ്ചിലുള്ള ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടൂള്. IP കോൺഫിഗും IF കോൺഫിഗും നമ്മൾ യൂസ് ചെയ്യുന്ന one of the most important thing that must be completed when troubleshooting is a networking issue to find out the specific IP configuration of a various affected host. Sometimes this information is already known when the addressing is configured statically. നമ്മൾ IP-യുടെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് അഡ്രസ് ആണ്. നെറ്റ്വർക്കിൽ നമ്മളൊരു മെഷീനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു സ്റ്റാറ്റിക് IP യൂസ് ചെയ്യാം, ഡൈനാമിക് IP യൂസ് ചെയ്യാം. സ്റ്റാറ്റിക് IP യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഡിവൈസിന് IP വാല്യൂ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ ഓഫ് ഡിവൈസസ് വരുന്ന സമയത്ത് അതിന് സിംഗിൾ IP-യിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡൈനാമിക് ഹോസ്റ്റ് യൂസ് ചെയ്ത് ലീസ് ചെയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇന്റർഫേസിങ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള 2 ടൂൾസ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. IP എന്ന് പറയുന്നത് വിൻഡോസിന് കറസ്പോണ്ടിങ് ആയിട്ടും IF എന്ന് പറയുന്നത് ലിനക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. NS ലുക്കപ്പ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് മാത്രമായിട്ട് NS ലുക്കപ്പും നെറ്റ്സാറ്റിനെ കുറിച്ച് മാത്രം സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന കേസാണ്. എന്താണ് ഇതെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയുന്നത്, the NS utility can be used to look up the specific IP addresses associated with a domain name. നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് അത് ഏത് ഹോസ്റ്റിലാണ് ഇരിക്കുന്നതെന്നോ ആ വെബ്സൈറ്റ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് ആക്സസ് ചെയ്ത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നെയിം റിസോൾവിംഗ് ആണ് നമ്മുടെ ആദ്യത്തെ കേസസ് എന്ന് പറയുന്നത്. അപ്പം ഡൈനാമിക് നെയിം സിസ്റ്റം അതിൻ്റെ ഒരു റിസോൾവിംഗ് ആക്ടിവിറ്റി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NS ലുക്കപ്പ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. That is, the NS lookup utility is able to query specific DNS server to determine an issue with the
ഡിഫോൾട്ട് DNS സെർവേഴ്സ് കോൺഫിഗർ ഓൺ എ ഹോസ്റ്റ്. നമ്മൾ പറയാം നമ്മൾ നോർമലി ഏതായിട്ട് ചെയ്യാറ് DNS സെർവറിൽ നമ്മൾ ചെയ്ത് വെക്കാറുള്ളത് ഗൂഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് പോയി മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഓൾട്ടർനേറ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പോകാനാണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വഴി ഗൂഗിളിൽ പോയി ഗൂഗിളിന് ഡയറക്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിന്റെ അത് പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്യും, അതിനല്ലെങ്കിൽ അതിന്റെ സെക്കൻഡറി ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മാനേജ് ചെയ്യാനായിട്ടാണ് NS ലുക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ അടുത്ത നെറ്റ്സാറ്റിനെ സംബന്ധിച്ച് എന്താണ്, പോർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസസിനകത്ത് അതായത് കറസ്പോണ്ടിങ് പ്രോസസ് ആക്റ്റീവ് ആയിട്ടുള്ള പോർട്ടിനെ കുറിച്ചും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏതാണ് സർവീസസ് എന്നും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ്സാറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് യൂസ് ടു ഡിസ്പ്ലേ ദ കറന്റ്ലി ആക്റ്റീവ് പോർട്സ് ഓൺ എ ലിനക്സ് മെഷീൻ. This is very important information to find for a variety of reasons. For example, when verifying the status of listening ports on a host, or to check and see what remote hosts are connected to a local host on a specific port. നമുക്ക് നമ്മൾ പറയും നമ്മളുടെ നമുക്ക് ഒരുപാട് സെർവേഴ്സ് ഉണ്ട്, പലരും ലിസൺ മോഡിൽ ഇരിക്കുന്നുണ്ട്. ലിസൺ മോഡിലേക്ക് ഏത് പ്രോസസ് ആണോ സർവീസ് റിക്വസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോർട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോസസ്സുകൾ ആക്റ്റീവ് ആണ്, ഏത് പോർട്ട് വഴി ഏത് പ്രോസസ് ആക്റ്റീവ് ആയിട്ടില്ല അല്ലെ ആപ്ലിക്കേഷൻസ് ആക്റ്റീവ് ആയിരിക്കുന്നു ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നമുക്ക് നെറ്റ്സാറ്റ് യൂസ് ചെയ്യാം. It is possible to use a NetStat utility to determine which services on a host that is associated with a specific active port. ആക്റ്റീവ് പോർട്ടിന് അസോസിയേറ്റ് ആയിട്ടുള്ള സർവീസസുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടും അത് മാനേജ് ചെയ്യാനും നെറ്റ്സാറ്റ് യൂട്ടിലിറ്റീസ് ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് അടുത്താണ് പുട്ടി എന്ന് പറയുന്ന സെക്യൂർ ഷെൽ വഴിയുള്ള റിമോട്ട് സിസ്റ്റത്തിലെ മാനേജിങ് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നതാണ് പുട്ടി. ടെൽനെറ്റിന്റെ സർവീസസ് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടൂളാണ് പുട്ടി എന്ന് പറയുന്നത്. അടുത്തത് Nmap എന്ന് പറയുന്ന ഇതും പോർട്ട് സ്കാനിങ്ങിന്, വേർഷൻ ഡിറ്റക്ഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിറ്റക്ഷൻ, പിങ് സ്വീപ്സ് ഇതെല്ലാം വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂട്ടിലിറ്റിയാണ് നമ്മുടെ Nmap എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ Wireshark TCP ഡംപ് എന്ന് പറയുന്ന അടുത്തൊരു യൂട്ടിലിറ്റി അവൈലബിൾ ആണ്. ഈ Wireshark അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചോദിച്ചില്ല WMAP എന്താണെന്നുള്ളത്, ഇതിന്റെ പഴയ കാലത്തെ പേരാട്ടോ Wireshark. അത് പഴയ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന WMAP എന്നുള്ള രീതിയിൽ ഇപ്പൊ Wireshark എന്നുള്ള പേര് പറഞ്ഞു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിക്കാൻ കാണുമ്പോൾ, അതായത് ഈ ക്വസ്റ്റ്യനകത്ത് WMAP എന്നുള്ളതാണ്, ഈ ഒരു WMAP എന്നൊരു ക്വസ്റ്റ്യൻ ആണ് കാണുന്നെങ്കിലും എഴുതേണ്ടത് Wireshark എന്നുള്ള ഈ ഒരു ഓപ്ഷനെ കുറിച്ചാണ് എഴുതാൻ കേട്ടോ. This is a packet scanner. The ability to capture and analyze the individual packets that are sent across a network. Wireshark includes many different functions that provides the ability to perform a number of different analysis, including filtering of conversation, IPv4 TCP, UDP and protocol analysis. ഇതെല്ലാം ചെയ്യാനായിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇത് next TCP dump is another packet scanner that is available that provides the ability to analyze network traffic and is very easy to configure. This is used along with the Linux. ഈ ഒരു ടൂൾ this is used to used with wireless Wi-Fi സെറ്റിംഗ്സിന്റെ കൂടെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സാധനമാണ്. അതായത് 2.4 and 5 GHz റേഞ്ചിലുള്ള ഇവാലുവേഷൻ റേഞ്ച് സിഗ്നൽ വേരിയേഷനിൽ ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ SSIDR യൂസ് ചെയ്യുന്നത്. സിഡർ എന്നുള്ള രീതിയിൽ പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽ ഫുൾ ഫോം എന്ന ഇൻഡസ്ട്രിയൽ സിഗ്നൽ സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ ആണ്. more commonly recognized as a brand name for Wi-Fi network scanner tool. It is used to analyze and display information about nearby wireless networks. Signal strength, network range, കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതി. അടുത്ത ടൂൾ എന്ന് പറയുന്ന സിസ്ലോഗ് സെർവർ ആണ്. നെറ്റ്വർക്ക് പ്രോബ്ലംസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്.
The simple syslog server can be installed in the field to receive network events from key network elements. This information can then be recorded over time and help in determine the cause of a networking problem. Isla router traffic grapher in the use of ability to track the status of different sensors over a period of time. First, it was initially focused on monitoring network traffic and performance, particularly on routers. Nowadays, it is involved to comprehensive work on network monitoring tools capable of monitoring not just routers but also servers, switches, applications, bandwidth, and other critical components of an IT infrastructure. ഇപ്പം പഴയ കാലത്ത് ജസ്റ്റ് അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേഷൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇത് ഈ ഒരു ടേം തന്നെ ഇനഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. Of the ability to track the status of different sensors over a period of time. These sensors monitor anything from simple reachability to the response time of specific services. ഹൈപ്പർടെക്സ്റ്റിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെയിലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റെസ്പോൺസ് ഇവാലുവേഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് സിസ്റ്റം ലെവൽ ഇഷ്യൂസ് ആൻഡ് ആക്ടിവിറ്റി ടു ബി ഡൺ എന്ന് പറഞ്ഞൊരു general area. That is, system level problems are due to system hardware components, improper operating system installation, improper configuration settings, and other such related. And there are some activities. The following are some of the activities to be done by the system administrator. എന്തൊക്കെ ചെയ്യണം ഈ ഒരു ഇഷ്യൂസ് സിസ്റ്റം ലെവൽ ഇഷ്യൂസ് മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുക. പീരിയോഡിക്കലി അപ്ഡേറ്റ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പാച്ചസ്. Updations എന്തുകൊണ്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുക. റിമൂവ് unnecessary accounts, close all ports except the ports required to allow the services. Harden the operating system, regularly monitor the system resources such as file system, the storage, the log file, and analyze. Regularly monitor the users and their activities, update antivirus patches periodically. ഇത്രയും കാര്യങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുവാണ്. മെയിൻ സിസ്റ്റം ലെവൽ ഇഷ്യൂസ് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷനകത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസ് ടു ബി ഫോളോഡ് ഫോർ ഐഡിയൽ നെറ്റ്വർക്ക് എൻവറോൺമെന്റ് എന്ന് പറയുന്ന ഒരു ജനറൽ ടോപ്പിക്കും കൂടെ കവർ ചെയ്യുന്നു. ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. സിസ്റ്റംസ് ഓർ സർവീസ് ഷുഡ് ഹാവ് അഡക്വേറ്റ് റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് പ്രോസസിംഗ് സ്പീഡ്, മെമ്മറി, സ്റ്റോറേജ്. നമ്മുടെ കമ്പോണൻസ് എല്ലാം നല്ല രീതിയിലുള്ളതായിരിക്കണം. യൂസർ റൂട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് ഡിവൈസസ് വിത്ത് അഡക്വേറ്റ് റിസോഴ്സസ്. കോൺഫിഗർ ഫയർവാൾ ഡിവൈസസ് വിത്ത് പ്രോപ്പർ access control list. Configure intrusion discovery and detection, അതുപോലെ prevention, effective detection and intrusions, detection and prevention of intrusion. Configure network configuration files properly for radio network services, DNS, email, dynamic host configuration. Static അല്ലാതെ IP dynamic ആണെങ്കിൽ അതൊക്കെ വൃത്തിയായിട്ട് ചെയ്തു വെക്കണം. Implement VLANs. Use appropriate network monitoring tools for effective network monitoring. Do periodic system and network performance auditing. Do periodic security audit at the system and network level. Policy to be framed and implemented of effective usage of system and network resources. ഇതെല്ലാം തന്നെ തിയററ്റിക്കൽ പോർഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ ചെറിയ മാർക്കിനെ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ ഈ ഒരു ഇതോടുകൂടി ഈ ചാപ്റ്ററും കൂടെ കൂടുതൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യൂസർ സെക്യൂരിറ്റി മാനേജ്മെന്റിനകത്തുനിന്നും ക്വസ്റ്റ്യൻ വന്നു. ഡിസ്ക് സെക്യൂരിറ്റി മാനേജ്മെന്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ്. യൂസർ സെക്യൂരിറ്റി മാനേജ്മെന്റിൽ കൂടുതൽ ചോദിച്ചിരിക്കുന്ന പാസ്വേഡ് അത് അക്കൗണ്ട് പോളിസിയെ ബേസ് ചെയ്തുകൊണ്ട് യൂസർ അക്കൗണ്ട് പോളിസിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള പാസ്വേഡ് സെറ്റിംഗ്സ് ആണ് അതിനകത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അഡ്വാൻസ് ട്രബിൾ ഷൂട്ടിംഗ് എന്നാണ് പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഓരോ ട്രബിൾ ഷൂട്ടിങ്ങിനായി യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് വന്നിരിക്കുന്നത്.
ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഏത് ഏരിയയിലാണ് കാണിച്ചിരിക്കുന്നുള്ളത്. Why do we need to provide security in the network system? Discuss any 4 network security services parameters. അതാണ് ആദ്യത്തെ റേഞ്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് നോക്കിയത് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് ഓതന്റിക്കേഷൻ കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ള കേസ് ജനറൽ ആയിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ ഓരോന്നോരോന്ന് എടുത്ത് ചോദിക്കാം. അതിനകത്ത് ഇന്റഗ്രിറ്റി ചോദിച്ചിട്ടുണ്ട്. ഇനി യൂസർ മാനേജ്മെന്റ്, വൈ ഡു വി നീഡ് യൂസർ മാനേജ്മെന്റ് 23 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്ന ഒരു കാര്യം. അതുപോലെ ഹൗ ഡസ് യൂസർ മാനേജ്മെന്റ് വർക്ക് എന്നുള്ള ടോപ്പിക്കാ 6 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോംസ് എഴുതുന്ന. പിന്നെ ഡിസ്ക് സെക്യൂരിറ്റി വാട്ട് ടാസ്ക് ആർ പെർഫോംഡ് ഇൻ ഡിസ്ക് സ്റ്റെപ്പിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്. Steps to be followed for secure disk management. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പോർഷനും കവർ ചെയ്തു എന്നുള്ള രീതിയിൽ പോകാം. നെക്സ്റ്റ് അടുത്ത ഒരു ക്ലാസ്സിനകത്ത് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നോക്കട്ടെ, നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാനായിട്ട്. ഇനി ഏതെങ്കിലും പോർഷനകത്തേക്ക് വേണമെന്നുണ്ടോന്നോ, റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാത്ത എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടോ നോക്കിയിട്ട് അത് എടുക്കാമെന്നാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. 74 പേജസ് അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ കവർ ചെയ്തിട്ടില്ല, എനിക്ക് വായിച്ചു നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പോയിട്ടില്ല എന്ന് തോന്നുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ 2 കാര്യങ്ങളെ നോക്കിക്കൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം സെറ്റ് ചെയ്യാം. നിങ്ങൾക്കല്ലാതെ അതല്ലാതെ വേറെ ഏതെങ്കിലും നോക്കണ്ടുണ്ടോ? ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതെങ്കിലും നോക്കേണ്ട ഒരു സജഷൻ ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ട് അതിനകത്തുനിന്ന് ഫ്രീക്വന്റ് ആയിട്ട് വന്നെന്ന് തോന്നുന്നതും പറഞ്ഞു പോയിട്ടില്ല എന്ന് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള 1.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നെക്സ്റ്റ്